ഹായ് മക്കളെ, എല്ലാവർക്കും സെനിത്ത് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്മസ് ഒക്കെ എങ്ങനെയായിട്ട് പോകുന്നു? അടിപൊളിയായിട്ട് പോകുന്നോ? ഇന്ന് നമ്മളെ ഇവിടെ പുതിയൊരു ടോപ്പിക്കാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫെമിലിയർ ആണ്, ക്യാൻസർ എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പൊ ഇത് സെക്കൻഡ് ഇയറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നമുക്കറിയാം, ഈ ക്യാൻസർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഏത് ഭാഗത്തിലായിരിക്കും വരാം? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലാണ് എന്ത് ക്യാൻസർ വരുന്നത്. നമുക്കറിയാം, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്, അതേപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ട്. ഓൾറെഡി കമ്മ്യൂണിക്കബിൾ ഡിസീസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്താ പറയുക, അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ആവും. അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പക്ഷെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവില്ല. അതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്, ആൻഡ് ഇസ് ക്രോണിക്. സോ നമ്മൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ ഒരു ടോപ്പിക്കാണ് എന്ത് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻസർ മാത്രല്ല, ഈ NCDയിൽ ഒരുപാട് ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസ്, അതേപോലെ ഹാർട്ടിനെ ബേസ് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ ആയാലും സ്ട്രോക്ക് ആയാലും RH D IHD നമുക്ക് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഡയബറ്റിക്സ്, ഇതെല്ലാം ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ പെടുന്നതാണ്. അപ്പൊ അതിൽ തന്നെ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ത് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻസറിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ ക്യാൻസർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു, എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസുഖം. അതായത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിൽ ഇത് വളരെ റെയർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര കോമൺ ആയിട്ട് മാറിയേക്കാണ് എന്ത് ക്യാൻസർ എന്ന് പറയുന്നത്. ഒരു 10 പേരിലെടുത്ത് ഉണ്ടാവും ക്യാൻസർ. അപ്പൊ ക്യാൻസർ അത്രയും കോമൺ ആയിട്ട് മാറിയേക്കാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റിക്കും എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഇത്രയും ഗ്രോത്ത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നമുക്ക് ടൈം കളയാണ്ട് തന്നെ നമുക്ക് എന്താണ് ക്യാൻസർ എന്നുള്ള അതിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസർ മേ ബി റിഗാർഡഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ്, എബിലിറ്റി ടു ഇൻവേഡ് അഡ്ജസന്റ് ടിഷ്യൂസ് ആൻഡ് ഈവൻ ഡിസ്റ്റന്റ് ഓർഗൻസ്, the eventual death of the affected patient if the tumor has progressed beyond the stage when it can be successfully removed. എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ? അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസുകളുടെ അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ, അബ്നോർമൽ ആയിട്ട് അൺകൺട്രോളബിൾ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഗ്രോത്തിനെയാണ് എന്ത് ക്യാൻസർ എന്ന് പറയണത്. കൂടാതെ ഈ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസുകൾ അടുത്തുള്ളത് മാത്രമല്ല, അകലെയുള്ളതായിട്ടുള്ള ഓർഗൻസിനെയും ടിഷ്യൂസിനെയും വരെ എഫക്ട് ചെയ്ത് അതിനെയും ഈ പറഞ്ഞ പോലെ ക്യാൻസറസ് സ്റ്റേജിലോട്ടേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ അത്രയും ഡേഞ്ചറസ് ആണ്. ഒരു സെല്ലിന് വന്നു കഴിഞ്ഞാൽ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് അടുത്തുള്ള ഓർഗൻസിനെയും മാത്രമല്ല അകലെയുള്ള ഓർഗൻസിനെയും എന്ത് സംഭവിക്കും? ഇത് എഫക്ട് ചെയ്യും. അങ്ങനെ ഇവഞ്ച്വലി ഡെത്ത് സംഭവിക്കാം. ഈ പറഞ്ഞ പോലെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതായത് ഏർലി ആയിട്ട് തന്നെ നമ്മൾ ഇത് കണ്ടുപിടിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും, അപ്പൊ ഏർലി ഡയഗ്നോസിസ് ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റിലൂടെ നമുക്ക് ഈ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ക്യാൻസർ ആയിട്ടുള്ള ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവലി ഡെത്തിലോട്ടേക്ക് തന്നെ സംഭവിക്കും. ക്യാൻസർ നമുക്ക് ഏത് സൈറ്റ് ഓഫ് ടിഷ്യൂസിൽ ഏത് സെൽസിലും വേണമെങ്കിലും എഫക്ട് ചെയ്യാം. ക്യാൻസർ ക്യാൻ ഒക്കർ അറ്റ് എനി സൈറ്റ് ഓഫ് ടിഷ്യൂസ് ഓഫ് ദ ബോഡി ആൻഡ് മേ ഇൻവോൾവ് എനി ടൈപ്പ് ഓഫ് സെൽസ്. ഏത് സെൽസിനായാലും ഏത് ടിഷ്യൂസിനായാലും ക്യാൻസർ എഫക്ട് ചെയ്യും. അപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ? അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെൽസ് ഡാഷ് എന്നിട്ട് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? ക്യാൻസർ എന്ന് എഴുതണം. അല്ലെങ്കിൽ എന്താണ് ക്യാൻസർ എന്ന് 2 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ്സ് നിങ്ങൾ എഴുതണം. ഇതിന്ന് ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കതും വരിക. ഇനി ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. മേജർ കാറ്റഗറീസ് ഓഫ് ക്യാൻസർ. ക്യാൻസറിനെ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെയാണ് എന്ത്? കാർസിനോമാസ്. അപ്പൊ കാർസിനോമാസ് എവിടെ നിന്നാണ് അറൈസ് ചെയ്യുന്നത്? ഫ്രം എപ്പിത്തീലിയൽ സെൽസിൽ നിന്നാണ്. ഇത് എവിടേക്കാണ് കാണുന്നത്? മൗത്ത്, ഈസോഫാഗസ് ഒക്കെ ആണ് എന്ത് കാണപ്പെടുന്നത്? കാർസിനോമാസ് കാണപ്പെടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഡാഷ് ഇട്ട് അറൈസ് ഫ്രം എപ്പിത്തീലിയൽ സെൽസ്, അല്ലെങ്കിൽ കാർസിനോമ എന്നിട്ട് എവിടെ നിന്നാണ് അറൈസ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ അറിയണം കാർസിനോമാസ് എപ്പിത്തീലിയൽ സെൽസിൽ നിന്നാണ് അറൈസ് ചെയ്യണത്. ഇനി അത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? അപ്പൊ മൗത്ത്, ഈസോഫാഗസ് അവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്. അതേപോലെ ഇൻഡസ്റ്റൈൻസിലും കാണും കേട്ടോ ഈ കാർസിനോമ സെൽസ് എന്ന് പറയുന്നത്.
ഇനി അടുത്തതാണ് എന്ത്? സാർക്കോമ എന്ന് പറയുന്നത്. അപ്പൊ സാർക്കോമ എവിടെ നിന്നാണ്? അറൈസ് ഫ്രം മീസോഡെർമൽ സെൽസ്. അപ്പൊ മീസോഡെർമൽ സെൽസ് എന്നാണ് ആര് വന്നത്? സാക്രോമാസ് വന്നത്. ആൻഡ് ഇത് എവിടേക്കാണ് കാണുന്നത്? ഫൈബ്രസ് ടിഷ്യൂസ്, ഫാറ്റ് ആൻഡ് ബോൺസിലാണ് ഇത് കാണപ്പെടുന്നത്. ആൻഡ് മൂന്നാമത്തെയാണ് ലിംഫോമസ്, മൈലോമ ആൻഡ് ലുക്കീമിയ. ഇത് അറൈസിങ് ഫ്രം ദ സെൽസ് ഓഫ് ബോൺ മാരോ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പൊ ഇതൊന്ന് നന്നായി നോട്ട് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്നെണ്ണം തന്നിട്ട് കാർസിനോമ വന്നിട്ട് എവിടെ നിന്ന് അറൈസ് ചെയ്യുന്നു? അപ്പൊ എപ്പിത്തീലിയൽ സെൽസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് തന്നിട്ട് ഇപ്പൊ കാർസിനോമ, സാക്രോമ, ലിംഫോമ വന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് മീസോഡെർമൽ, എപ്പിത്തീലിയൽ, ബോൺ മാരോ ഒന്ന് മാറ്റി തരും. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ നെയിം ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഡാഷ് ഇട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്ന് ചോദ്യം വരിക. അപ്പൊ ഇതൊന്ന് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. എന്തൊക്കെയാണ്? കാർസിനോമ, എപ്പിത്തീലിയൽ സെൽസ്; സാക്രോമ, മീസോഡെർമൽ സെൽസ്; ലിംഫോമ, മൈലോമ, ലുക്കീമിയ അത് എവിടെ നിന്ന് റേസ് ചെയ്യുന്ന സെൽസ് ഓഫ് ബോൺ മാരോ ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ വേൾഡില് മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ക്യാൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. മോസ്റ്റ് കോമൺ, അതായത് ഒരുപാട് മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഡിസീസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. സെക്കൻഡ് ലങ് ക്യാൻസർ. നമുക്കിത് അത്ര തന്നെയായിരിക്കും ചോദിക്കാം. പ്രോസ്റ്റേറ്റും കോളണും സ്റ്റൊമക്കും അത് കഴിഞ്ഞിട്ടാണ് വന്നത്. മിക്കതും ചോദിക്കുന്നത് വിച്ച് ക്യാൻസർ ഇസ് മോസ്റ്റ് കോമൺ ക്യാൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ വേൾഡ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കും കേട്ടോ. ഇനി അടുത്ത് നോക്കിയ ഡെത്ത്. ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് ഇതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാലാണ് ഡെത്ത് സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലങ് ക്യാൻസർ ആയിരിക്കും. സെക്കൻഡ് ഏതാ? ലിവർ. ഏറ്റവും ലാസ്റ്റ് ആണ് ബ്രസ്റ്റ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരണത്തിന്റെ ചാൻസ് കുറവാണ്. കാരണം നമുക്ക് ബ്രസ്റ്റിന് ഒരുപാട് ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ടായാലും പിന്നെ അതേപോലെ അതിൻ്റെതായ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്കത് രക്ഷപ്പെടാം. പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിക്കും, ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, സെക്കൻഡ് ആയിട്ട് ലിവർ. ഇനി ഡെത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഏതാ? ലങ് ക്യാൻസർ ആണ്. സെക്കൻഡ് ആയിട്ട് ലിവർ ആണ്. കാരണം ലങ് നമുക്ക് അങ്ങനെ മാറ്റി വെക്കണം, അങ്ങനെ റിമൂവ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ലല്ലോ. അപ്പൊ ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഡെത്തിന്റെ ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഇനി ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ തന്നെ മോസ്റ്റ് കോമൺ ക്യാൻസർ എന്ന് പറയുന്നതും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. അതേപോലെ ഡെത്ത് സംഭവിക്കുന്നത് ലങ് ക്യാൻസർ തന്നെയാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കട്ടെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മോസ്റ്റ് കോമൺ ക്യാൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറഞ്ഞാലും ചിലപ്പോൾ ലങ് തന്നെ എഴുതി വെക്കും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് 1 മാർക്കിന് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഇനി കോസസ് ഓഫ് ക്യാൻസർ. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ എസ് ഒക്കെ വരാണെങ്കിൽ എന്താണ് ഇപ്പൊ ക്യാൻസറിനെ പറ്റി എസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ക്യാൻസർ, ഇപ്പൊ പറഞ്ഞ പോലെ എന്താണ് ക്യാൻസർ എന്ന് ഏതാ, ക്യാൻസറിന്റെ മേജർ കാറ്റഗറീസ്, വേൾഡിലെ ഏറ്റവും മോസ്റ്റ് കാണുന്ന ക്യാൻസർ ഏതാ, അതേപോലെ ഡെത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ക്യാൻസർ ഏതാ, അതിനുശേഷം കോസസ് ഓഫ് ക്യാൻസർ. ഇത്രയും നിങ്ങളുടെ ഇതും കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ എന്താണ് ക്യാൻസർ എന്നാണ് ടോപ്പിക്ക് നിങ്ങൾ എസ് ചോദിക്കുകയാണെങ്കിൽ എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ കോസസ് ഓഫ് ക്യാൻസറിൽ മെയിൻ ആയിട്ട് 2 കോസസ് ആണ് വന്നേക്കുന്നത്. ഒന്ന് എൻവയോൺമെന്റൽ ഫാക്ടറും, 2 ജനറ്റിക് ഫാക്ടറും. അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടറിൽ നമുക്ക് ഫസ്റ്റ് എന്താണ്? ടുബാക്കോ. നമുക്കറിയാലേ ടുബാക്കോ ആണ് ക്യാൻസർ ഉണ്ടാവുന്നതിന് മേജർ ആയിട്ടുള്ള ഒരു മോസ്റ്റ് എന്താ പറയുക ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം ടുബാക്കോ ആണ്. അത് പല രീതിയിലും ആൾക്കാർ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് പുകവലി ആയാലും ചവച്ചരച്ചിട്ടായാലും അങ്ങനെ ഒരുപാട് ഇതില് സ്മോക്കിംഗ്, ചൂയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ടുബാക്കോ വളരെയധികം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടുബാക്കോ മെയിൻ ആയിട്ട് ലങ്, ലാറിൻസ്, മൗത്ത്, ഫാരിൻസ്, ഈസോഫാഗസ്, ബ്ലാഡർ, പാൻക്രിയാസ് ഇതിനൊക്കെ പ്രോബബ്ലി കിഡ്നീനെ വരെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ഈ ടുബാക്കോ എന്ന് പറയുന്നത്. ഈ സിഗരറ്റ് സ്മോക്കിംഗ് അറിയാലോ, എന്താ പറയാ എത്രയും മില്യൺസ് ആൾക്കാരാണ് ഇത് യൂസ് ചെയ്യണതും യൂസ് ചെയ്യണ മില്യൺസ് കണക്കിന് ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ മില്യൺസ് ആയിട്ടുള്ള പ്രീമച്ചുർ ഡെത്ത് ആണ് എന്ത് കൊണ്ട് സംഭവിക്കുന്നത്? ടുബാക്കോ മൂലം സംഭവിക്കുന്നത്. അപ്പൊ ടുബാക്കോടെ ഇത് കുറയ്ക്കാം, മാക്സിമം നമുക്ക് കുറയ്ക്കാം. പെട്ടെന്ന് ഒരാൾ ടുബാക്കോ യൂസ് ചെയ്യുന്ന ആൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മൾ ഇവഞ്ച്വലി അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെയാണ് ആൽക്കഹോൾ. അപ്പൊ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാ? ടുബാക്കോ യൂസ് ആണ് ക്യാൻസറിന്റെ കാരണം. രണ്ടാമത്തെയാണ് എന്ത്? ആൽക്കഹോൾ എന്ന് പറയുന്നത്. അതായത് എക്സസീവ് ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ ആണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ ക്യാൻസർ. വല്ലപ്പോഴും ഇച്ചിരി കുടിച്ചെന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല, പക്ഷെ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് ഓവർ ആയിട്ട് എടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആൽക്കഹോൾ മൂലം
ക്യാൻസർ ഉണ്ടാവുന്നത്. അത് നമുക്ക് ഈസോഫാഗസ്, നെയിം ലിവർ, പ്രത്യേകിച്ച് ആൽക്കഹോൾ ലിവർ ക്യാൻസർ ആണ് കൂടുതലും സംഭവിക്കുന്നത്. ലിവർ, ഈസോഫാഗസിനൊക്കെ ആയിരിക്കും. പിന്നെ ആണെങ്കിൽ ഈ ബിയർ വരെ ഇപ്പൊ ആൾക്കാർ പറഞ്ഞാൽ ഞാൻ മറ്റേത് കഴിക്കില്ല, ബിയർ ആണ് കഴിക്കുന്നത്. എന്നിരുന്നാലും ബിയർ വരെ നമുക്ക് റെക്ടൽ പോലുള്ള ക്യാൻസേഴ്സ്, റെക്ടൽ ക്യാൻസേഴ്സ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്ത് ബിയർ ഒക്കെ കേട്ടോ. ഇനി മൂന്നാമത്തെയാണ് ഡയറ്ററി ഫാക്ടേഴ്സ്. ഡയറ്ററി ഇപ്പൊ നമുക്കറിയാലേ, സ്മോക്ക്ഡ് ആയിട്ടുള്ള ഫിഷസ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ വരുന്നതാണ് സ്മോക്കഡ് ഫിഷ്. അപ്പൊ സ്മോക്കഡ് ഫിഷ് എന്താ സംഭവിക്കുക, സ്റ്റൊമക് ക്യാൻസറിന് ഉള്ള റീസൺ ആണ് എന്ത് സ്മോക്കഡ് ഫിഷ് എന്ന് പറയുന്നത്. അതേപോലെ ബീഫ് ഓവറായിട്ടുള്ള കൺസപ്ഷൻ ഈ പറഞ്ഞ പോലെ ബവൽ ക്യാൻസർ ഉണ്ടാക്കും. അതുപോലെ ഹൈ ഫാറ്റ് ഇൻടേക്ക് ബ്രസ്റ്റ് ക്യാൻസർ ലീഡ് ചെയ്യും. കാരണം നമുക്ക് അവിടെ അറിയാം ഫാറ്റ് അടിഞ്ഞുകൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഹൈ ഫാറ്റ് ഡയറ്റ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിലോട്ടേക്ക് ലീഡ് ചെയ്യും. ഇനി എന്താണ് ഒക്യുപേഷണൽ എക്സ്പോഷേഴ്സ്, അതായത് ചില ജോബുകളും കാര്യങ്ങളും ഒക്യുപേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഈ ക്യാൻസേഴ്സ് വരുന്ന സാധനങ്ങളോടായിട്ട് എക്സ്പോഷേഴ്സ് ചെയ്തിട്ടായിരിക്കും അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ബെൻസീൻ, ആർസനിക്, കാഡ്മിയം, ക്രോമിയം, ആസ്പെറ്റോസ് പോലുള്ള ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ക്യാൻസർ വരുത്തുന്ന ഇതാണ്, ക്യാൻസർ ഉണ്ടാക്കാൻ വരുത്തുന്ന സംഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും അതിൽ വരുന്ന എക്സ്പോഷേഴ്സും കാര്യങ്ങളൊക്കെ സംഭവിക്കും ക്യാൻസറിലോട്ടേക്ക് ലീഡ് ചെയ്യും. ഈ ആക്സ്പെറ്റോസ് ഒക്കെ പണ്ടൊക്കെ ഷീറ്റ് ഒക്കെ ഉണ്ടാവും ആക്സ്പെറ്റോസിന്, ഇപ്പൊ അതൊക്കെ നിർത്തി, കാരണം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുന്നത് കൊണ്ടാണ്. ഇനി കുറച്ച് വൈറസസ് ഞാൻ ലാസ്റ്റ് കുറച്ച് വൺ വേർഡ്സ് പറഞ്ഞുതരാം. ഇതിന്റെ തന്നെ ഓരോരോ കണ്ടിന്യൂഷൻ പറഞ്ഞുതരാം. അതായത് വൈറസ്, അതായത് കുറച്ച് വൈറസുകൾ ഈ ക്യാൻസർ പരത്താനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഒന്ന് ഇതാ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി. നമ്മൾ ടെക്സ്റ്റിൽ കുറച്ച് വാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാൻ അത് ഓരോ ടോപ്പിക് ഓരോരോ പോയിന്റുകളായിട്ട് ഇതുണ്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതായാലും പഠിച്ചാൽ മതി കേട്ടോ നിങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി വരുന്നത് ഹെപ്റ്റാ സെല്ലുലാർ കാർസിനോമ. HIV ആണെങ്കിൽ HIV എന്നത് കപ്പോസി സാർക്കോമ. ക്യാൻസർ സെർവിക്സിന്റെ എന്താണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. പിന്നെ എപ്സ്റ്റീൻ ബാർ വൈറസ് ഉണ്ട്. പിന്നെ ഈ എപ്സ്റ്റീൻ ബാർ വൈറസ് ചോദിക്കും എന്താ ക്യാൻസർ പരത്തുന്ന അസുഖം, ക്യാൻസർ പരത്തുന്ന വൈറസ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എപ്സ്റ്റീൻ ബാർ വൈറസസ് എഴുതാം. അതേപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എഴുതാം. HIV വരുന്നത് ഏതാന്ന് ചോദിക്കും, കപ്പോസി സാർക്കോമ, അങ്ങനെ എഴുതാം കേട്ടോ. അപ്പൊ വൈറസുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വൈറസ് മാത്രമല്ല പാരസൈറ്റ് ഉണ്ട്. പാരസൈറ്റ് ഏതാ വരുന്നത്, ഷിസ്റ്റിയോസോമിയാസിസ്. അതെന്താ ബ്ലാഡറിന്, കാർസിനോമ ഓഫ് ദ ബ്ലാഡറിന് ആണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്, ഷിസ്റ്റിയോസോമിയാസിസ് ട്ടാ. അപ്പൊ ഇതില് നിങ്ങക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കാനായിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ കസ്റ്റംസ്, ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽസ്. ഇപ്പൊ നമുക്കറിയാലോ കുറെ കസ്റ്റംസും ഹാബിറ്റ്സ്, എന്നാലും ഇപ്പൊ കുറച്ചൊക്കെ കുറവാണ്. എന്നാലും കുറെ പണ്ടൊക്കെ വല്ലാണ്ട് കസ്റ്റംസ് ഉണ്ട്. ഈ ചാണകം മെഴുകല്, അതേപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ കല്യാണത്തിനൊക്കെ വരുമ്പോ ഒരു പാക്കറ്റ് പോലത്തെ ഈ പാൻ പോലത്തെ ഒരു സാധനമൊക്കെ കിട്ടും. എക്സാക്ട് പേര് നന്നാവും, ഒരു കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ആണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ ഐസ്ക്രീം കഴിക്കണ പോലെയാണ് ആ സാധനം പൊട്ടിച്ച് കഴിക്കണത്. അപ്പൊ അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ ചില വിശ്വാസമാണ് ഈ മുറിവൊക്കെ സംഭവിക്കും പെടുന്നതാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഓവറായിട്ട് ഈ ക്യാൻസർ ഒക്കെ വരാൻ ചാൻസ് കൂടിയ ലൈഫ് സ്റ്റൈൽസ് ആണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഓവർ ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ ആയാലും എന്താ പറയാ സ്മോക്കിംഗ് ആയാലും. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾ വരെ 18 വയസ്സാണ് നമുക്ക് സ്മോക്കിങ്ങിന്റെ, 18 വയസ്സ് വരെ ബാൻഡ് ആണ്. പക്ഷെ എന്നിരുന്നാലും പല സ്ഥലങ്ങളിൽ എന്താ പറയാ ഒരു 10+1+2 കുട്ടികൾക്കൊക്കെ ഈ സംഭവം കൊടുക്കുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് പിള്ളേർക്ക് ഇത് അവർ യൂസ് ചെയ്യുന്നത്, അവർ അഡിക്റ്റഡ് ആണ്. അപ്പൊ ലൈഫ് സ്റ്റൈല് എന്താ കയറി കയറി വരികയാണ്. ഓരോ വർഷങ്ങൾ കൂടുന്തോറും ഹാബിറ്റുകള്, ഓരോ ലൈഫ് സ്റ്റൈൽസുകള്, ജനറേഷൻസ് ഒക്കെ അവര് നമ്മളുടെ എന്താ പറയാ നമ്മുടെ ജനറേഷൻ അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറി മാറി വരുമ്പോ അവരുടെ ലൈഫ് സ്റ്റൈൽസും മാറാണ്, അവരുടെ ഹാബിറ്റും മാറാണ്. നമ്മുടെ വലിയ ആൾക്കാർ ചെയ്ത കാര്യങ്ങൾ ഇപ്പത്തെ ചെറിയ പിള്ളേരിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ പറയാ ഡെത്തിന്റെ ഇതും കേറി വരും. അതാണ് അതിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ സൺലൈറ്റ്, റേഡിയേഷൻ, അതേപോലെ എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ, പെസ്റ്റിസൈഡ്സ്, ഇതെല്ലാം ക്യാൻസറിനെ റിലേറ്റഡ് ആണ്. സൺലൈറ്റിന്റെ ഇതിൽ ക്യാൻസർ വരും. അതേപോലെ റേഡിയേഷൻസ്, പിന്നെ വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതെല്ലാം വൺ ഓഫ് ദ കോസസ് ആണ് എന്ത് ക്യാൻസർ പരത്തുന്നത്. അപ്പൊ ഇതില്
നമുക്ക് ഇപ്പോൾ ക്യാൻസർ, അപ്പോൾ എന്തൊക്കെയാണ് കോസസ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്? ഒന്ന് ടുബാക്കോ, രണ്ട് ആൽക്കഹോൾ, ഡയറ്ററി ഫാക്ടേഴ്സ്, ഒക്യുപേഷണൽ എക്സ്പോഷേഴ്സ്, പിന്നെ വൈറസ്, പാരസൈറ്റ്. ഇതിൽ നിങ്ങളോട് ചോദിക്കണത് ബ്ലാഡറിൽ വരുന്ന ക്യാൻസറിന്റെ ഏതാണ് പാരസൈറ്റ്, അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എത്തണം, എന്താ ഷിസ്റ്റോസോമിയാസിസ് ആണ്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി, ഹെപ്റ്റോസെല്ലുലാർ കാർസിനോമ. അതേപോലെ HIV പരത്തുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വൈറസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പോസി സാർക്കോമ. പിന്നെ സെർവിക്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്യാൻസർ സർവീസ്, HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇതൊക്കെ നോക്കുക. പിന്നെ അത് അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസുകൾ രണ്ടെണ്ണം പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പേരുകൾ എഴുതാം. മാക്സിമം ഇതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇത് മൊത്തം നിങ്ങളോട് എസ്സേ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടാവുന്നതാണ്. പക്ഷെ ആ മെയിൻ ടോപ്പിക്കിലെ ടുബാക്കോ, ആൽക്കഹോൾ, ഡയറ്ററി ഫാക്ടേഴ്സ്, അതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. കാരണം ടോപ്പിക് കിട്ടിയാലാണ് നമുക്ക് അതിൽ ഉണ്ടാക്കി എഴുതാൻ തന്നെ പറ്റുള്ളൂ. ഇനി അടുത്ത ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ജനറ്റിക് ഫാക്ടേഴ്സിൽ വരുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെറ്റിനോബ്ലാസ്റ്റോമയും അതേപോലെ തന്നെ മോങ്കോൾസും. അപ്പൊ അതൊന്ന് നോക്കുക. റെറ്റിനോബ്ലാസ്റ്റോമ ഒക്കർ ഇൻ ചിൽഡ്രൻസ് ഓഫ് ദ സെയിം പാരന്റ്, ആൻഡ് അതേപോലെ തന്നെ മോങ്കോൾസ് ആർ more likely to develop cancer than normal children. However, ഈ genetic factors are ലെസ് കോൺസ്പിഷ്യസ് ആൻഡ് മോർ ഡിഫിക്കൽട്ടി ടു ഐഡന്റിഫൈ. അതായത് ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വളരെ റെയർലി ആണ് കാണപ്പെടുന്നതെങ്കിൽ കൂടിയും ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്താ പറയുക, ക്യൂർ ചെയ്യാനായിട്ടും അതേപോലെ ആദ്യം ക്യൂർ അല്ല, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ക്യൂർ ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ഈ വൺസ് ഇയറിലെങ്കിലും നിങ്ങളുടെ ബോഡിയൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യുക. ഇങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യണത് വളരെ നല്ലതായിരിക്കും. ബിക്കോസ് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക, അതാണ് ഏറ്റവും. ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം എന്നുള്ള ഒരു സ്റ്റേജ് ആണ്. സോ നമ്മൾ എല്ലാം ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കും. ഇപ്പൊ ക്യാൻസറിന്റെ കേസ് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളായാലും, ഇപ്പൊ ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഇപ്പോ പണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരു 50 അബവ് ഒക്കെ ആകുമ്പോഴാണ് ഇതൊക്കെ ഒന്ന് വരുന്നത്. പക്ഷെ ഇപ്പോ 30 ഒക്കെ ആകുമ്പോഴേക്കും വന്ന് തുടങ്ങി. 30 ഒന്നല്ല, ഇപ്പൊ അതിനേക്കാൾ കയറി കയറി വരികയാണ്. അപ്പൊ നമ്മള് ഒരു 25 ഉള്ള ആള് എന്താ പറയാ, ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, അതിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ബട്ട് എന്താ പറയാ, ഇതിങ്ങനെ കാലങ്ങള്, അതായത് ജനറേഷൻ ഇങ്ങനെ കയറി കയറി വരുമ്പോൾ അസുഖങ്ങളും അതിനനുസരിച്ച് കയറി കയറി വരും. അപ്പൊ നമ്മള് നമ്മുടെ ശരീരം നോക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. സോ വൺസ് ഇയർ എങ്കിലും നമ്മുടെ എന്താ പറയാ ബോഡി ഫുൾ ആയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യണത് വളരെ നല്ലതായിരിക്കും. ഇനി അടുത്ത വന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ക്യാൻസർ കൺട്രോൾ എന്ന് പറയുന്നത്. നമുക്ക് ക്യാൻസർ വരുന്നത് പോലെ തന്നെ ക്യാൻസറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്, ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഒന്ന്, നമ്മളിപ്പോ പറഞ്ഞ പോലെ കോസസ് ഓഫ് ക്യാൻസറിൽ എന്താണ് ക്യാൻസറിന്റെ കാരണം എന്ന് പറയുന്നത്? എന്താ? ടുബാക്കോ ആണ് എന്ത് ക്യാൻസർ വരാനുള്ള മെയിൻ കാരണം. അതേ സെയിം ടുബാക്കോനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, കൺട്രോൾ ചെയ്യുക. കൺട്രോൾ ഓഫ് ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ കൺസപ്ഷൻ. അപ്പൊ ടുബാക്കോ വരുന്നതും അതെ, ടുബാക്കോനെയും ആൽക്കഹോളിനെയും എന്താ പറയാ കൺട്രോൾ ചെയ്യുക. അപ്പൊ അത് കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഇത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഗ്രാജുവലി നമ്മൾ കൺട്രോൾ ചെയ്യാം, നമ്മൾ അതിനുള്ള ഒരു ഇത് തയ്യാറെടുപ്പ് നടത്തുക. അപ്പൊ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒന്നാമത്തെയാണ് എന്ത്, കൺട്രോൾ ഓഫ് ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആണ് എന്ത്, പേഴ്സണൽ ഹൈജീൻ. അപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് അത് നമുക്ക് ചെയ്യാവുന്ന വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് ചെറുപ്പം മുതൽ ചെയ്യേണ്ടതാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. ചെറുപ്പം മുതൽ പഠിക്കണ ഒരു കാര്യമാണ് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മുടെ പേഴ്സണൽ ഹൈജീൻസിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഈ പറഞ്ഞ പോലെ തന്നെ ചില ക്യാൻസറുകൾ തടയാനായിട്ട് സാധിക്കും. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസർ ഒക്കെ ഉണ്ടല്ലോ, സെർവിക് ക്യാൻസർ ഈ പേഴ്സണൽ ഹൈജീൻ മൂലം വരുന്നതാണ്. അപ്പൊ പേഴ്സണൽ ഹൈജീന്റെ കുറവ് മൂലം വരുന്നതാണ് എന്ത്, ഈ സെർവിക് ക്യാൻസേഴ്സ് എന്നൊക്കെ പറയണത്. ഇനി അടുത്തതാണ് എന്ത്, റേഡിയേഷൻ. അപ്പോൾ എന്താണ്, സ്പെഷ്യൽ എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു റിഡ്യൂസ് ദ എമൗണ്ട് ഓഫ് റേഡിയേഷൻ. റേഡിയേഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ അത്യാവശ്യം എന്താ പറയുക എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ റേഡിയേഷൻ ഇത് കുറയ്ക്കുക. കാരണം നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ എക്സ്റേ ആയാലും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആവശ്യമില്ലാണ്ട് കുറെ ചെയ്യണതൊക്കെ ഒഴിവാക്കുക, ആവശ്യത്തിന് ചെയ്യുക. പിന്നെ അതേപോലെ റേഡിയേഷൻസ് തട്ടുന്നത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഒക്യുപേഷണൽ എക്സ്പോഷേഴ്സ്,
അത് മാക്സിമം ഒഴിവാക്കുക. കാരണം ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഈ ഒക്യുപ്പേഷനിലൂടെ വരുന്ന രീതിയിലുള്ള ക്യാൻസേഴ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി മുന്നേ അറിയാം നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ അതിൻ്റെതായ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, പ്രോപ്പർ ആയിട്ടുള്ള ഗ്ലൗസുകളും, അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ബോഡിയിൽ എക്സ്പോസ് ആവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വയറ്റിനുള്ളിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. ദെൻ അടുത്ത വന്നത് ഇമ്മ്യൂണൈസേഷൻ. അപ്പൊ ചില കേസുകളിൽ ഇമ്മ്യൂണൈസേഷൻ ഹെൽപ്പ് ചെയ്യും. എന്തിന്? നമ്മൾ ക്യാൻസർ വരാണ്ടിരിക്കാനായിട്ട്. ഇൻ കേസ് ഓഫ് പ്രൈമറി ലിവർ ക്യാൻസർ, അതേപോലെ ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് എന്തിനാ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഉണ്ട്. അതേപോലെ പ്രിവെൻഷൻ ഓഫ് ക്യാൻസർ സെർവിക്സ് ഇമ്മ്യൂണൈസേഷൻ അഗെയിൻസ്റ്റ് HPV, അതിന്റെ അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഇതിനായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുക്കുക. ദെൻ ഫുഡ്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്. ഇപ്പൊ ട്രെൻഡിങ് ആണല്ലേ കോസ്മെറ്റിക്സിൽ ഒരുപാട് ക്യാൻസർ വരാനുള്ള. അതെന്ന് വെച്ചാല് എല്ലാത്തിലും അങ്ങനെയല്ല. നമ്മൾ എന്ത് സാധനം ഉപയോഗിച്ചാലും ഷുഡ് ബി യൂസ്ഡ് ബ്രാൻഡഡ് വൺ. അല്ലാണ്ട് അതിന്റെ തന്നെ ഭയങ്കര ലോക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ, അത് ഏത് സാധനത്തിലായാലും അതെ, ഈവൻ ഫുഡ് ഐറ്റംസിലായാലും എന്തിലായാലും ലോക്കലും ഉണ്ട്, അതായത് ബ്രാൻഡഡും ഉണ്ട്. അപ്പൊ നമ്മള് ഇത്രയും പൈസ കുറവിന് കിട്ടി എന്നുള്ള ഇതിൽ അത് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇരട്ടി പൈസ ചിലപ്പോൾ നമുക്ക് ഭാവിയിൽ നഷ്ടപ്പെടാം. സോ അതുകൊണ്ട് എന്ത് സാധനം വാങ്ങിക്കണേലും നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ യൂസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇത് കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതായത് ഇൻ കേസ് ഓഫ് ഫുഡിന്റെ ആയാലും നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നല്ല രീതിക്ക് നോക്കാം. അതേപോലെ ഡ്രഗ്സുകൾ, മരുന്നുകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴായാലും എന്ത് സാധനം വാങ്ങിക്കുമ്പോഴായാലും എക്സ്പയറി ഡേറ്റ് നോക്കുക. എന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റ് നാളെയും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കല്ല, നമ്മൾ അതൊന്ന് നോക്കി കറക്റ്റ് ആണെങ്കിൽ മാത്രം വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതിൽ കോസ്മെറ്റിക്സിന്റെ ആയാലും എക്സ്പയറി ഡേറ്റ് നോക്കുക. അതേപോലെ തന്നെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം. അതേപോലെ തന്നെ അതിലുള്ള കണ്ടന്റ് എല്ലാം നോക്കിയിട്ട് വേണം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. ദെൻ വരുന്നത് എയർ പൊല്യൂഷൻ. കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ ഈസ് അനദർ പ്രിവെന്റീവ് മെഷർ. എയർ പൊല്യൂഷൻ നമുക്കറിയാം അല്ലേ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ ഡേഞ്ചറസ് തിങ്സ് ആണ്. നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരാളുടെ വീട്ടിൽ തന്നെ ഒരു പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ 10 വീട്ടിലായിരിക്കും 2 വണ്ടിയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഒരു 4 വണ്ടികളും എങ്കിലും ഉണ്ടാവും. ഓരോരുത്തർക്കാണ് വണ്ടി വരുന്നത്. അപ്പൊ ആ വണ്ടിന്ന് പറഞ്ഞ പൊല്യൂഷൻ തന്നെ, പുക ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെ നമ്മുടെ എയറിനെ വളരെയധികം എന്താ പറയുക മോശമാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് സർവീസ് ചെയ്യാനായിട്ടൊക്കെ ഒന്ന് ശ്രമിക്കുക. അതേപോലെ എയർ പൊല്യൂഷൻ വരുത്തുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ട്രീറ്റ്മെന്റ് ഓഫ് പ്രീ ക്യാൻസറസ് ലെഷൻസ്. അതായത് നമ്മൾ തന്നെ നേരത്തെ തന്നെ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് പ്രൊമോട്ട് ട്രീറ്റ്മെന്റ് ഓഫ് പ്രീ ക്യാൻസറസ് ലെഷൻസ് സച്ച് ആസ് ഈ സെർവിക്കൽ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ വാർഡ്സും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും വാർഡ്സുകളോ എന്തെങ്കിലും ലംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അതൊന്നും ഉണ്ടാവില്ല, ചുമ്മാ എന്തെങ്കിലും തടിപ്പായിരിക്കും എന്ന് വിടാണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒന്ന് ഡോക്ടറെ കണ്ടെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കാൻ പോകണില്ലല്ലോ, ഒന്ന് കണ്ട് എന്താ പറയാ അതിനുള്ള കാര്യം നോക്കുക. ചിലപ്പോ അത് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് നമ്മൾ ഒന്നും തന്നെ പിന്നത്തേക്ക് വെക്കരുത്. എന്തെങ്കിലും വാട്സോ ലംസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് അപ്പൊ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഉറപ്പ് വരുത്തുക അത് ക്യാൻസറിന്റെ ഒരു എന്താ പറയാ ക്യാൻസറായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് എന്ന് ഉറപ്പ് വരുത്തുക. Then legislation. Legislation has also a role in primary prevention. For example, legislation to control non-environmental carcinoma, tobacco, alcohol, air pollution ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ് ക്യാൻസർ എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് മെയിൻ ആയിട്ട് എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ പറയുന്ന പ്രൈമറി പ്രിവെൻഷനിൽ. അപ്പൊ പ്രൈമറി പ്രിവെൻഷനിൽ എന്താണ് എന്താ പറയാ ഹെൽത്ത് എഡ്യൂക്കേഷൻസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. എത്ര ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ചെയ്താൽ കൂടിയും നമുക്ക് എന്നിരുന്നാലും അതില് ഒരാളെങ്കിലും നന്നായ അത്രയെങ്കിലും നല്ലതെന്നുള്ള രീതിയിൽ എടുക്കുക. മാക്സിമം എല്ലാവരും എന്താ പറയാ നല്ല രീതിക്കുള്ള ലൈഫ് സ്റ്റൈൽസ് കീപ്പ് ചെയ്യുക. അപ്പൊ എന്തൊക്കെയാണ് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്? കൺട്രോൾ ഓഫ് ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ കൺസപ്ഷൻ, പേഴ്സണൽ ഹൈജീൻ, റേഡിയേഷൻ, ഒക്യുപേഷണൽ എക്സ്പോഷേഴ്സ്, ഇമ്മ്യൂണൈസേഷൻ, ഫുഡ്, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ്, ട്രീറ്റ്മെന്റ് ഓഫ് പ്രീ ക്യാൻസറസ് ലെജിസ്ലേഷൻ, ക്യാൻസർ എഡ്യൂക്കേഷൻ. എല്ലാവരും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നല്ല രീതിക്ക് വായിക്കണം കേട്ടോ. ഈ ടോപ്പിക് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും, എന്നാലും ഒന്ന് ടെക്സ്റ്റ് നല്ല രീതിക്ക് വായിക്കാം. ഇനി രണ്ടാമത് എന്താ സെക്കൻഡറി പ്രിവെൻഷൻ. നമ്മുടെ പ്രൈമറി പ്രിവെൻഷൻ കഴിഞ്ഞു.
ഇനി സെക്കൻഡറി പ്രിവെൻഷൻ ആണ്. അതിൽ എന്താണ് ക്യാൻസർ രജിസ്ട്രേഷൻ. നമുക്ക് ക്യാൻസർ ഉള്ള ആള് എങ്ങനെ വന്നാലും രജിസ്റ്റർ ചെയ്യണം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യണം. പക്ഷെ അപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞ് പോയി രജിസ്റ്റർ ചെയ്യുന്നത് വരില്ല. ചിലവർ രജിസ്റ്റർ ചെയ്യും, പക്ഷെ ചിലവർ അങ്ങനെ ചെയ്തെന്ന് വരില്ല. അങ്ങനെ വരുവാണ് ഹോസ്പിറ്റൽ ബേസ്ഡ് രജിസ്റ്റർ ഉണ്ട്, പോപ്പുലേഷൻ ബേസ്ഡ് രജിസ്റ്റർ ഉണ്ട്. അപ്പൊ എന്താ പറയാ, ഹോസ്പിറ്റൽ ബേസ്ഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമ്മളെ ഒരാള് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഹോസ്പിറ്റലിൽ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരാം. അപ്പൊ അങ്ങനെ ബേസ് ചെയ്തിട്ട് എന്താ പറയാ, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതാണ്. അതിൽ ഹോസ്പിറ്റൽ ബേസ് രജിസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ഓൾ പേഷ്യൻസ് ട്രീറ്റഡ് ബൈ എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാ പേഷ്യൻസും എവിടെയെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാകും, വെദർ ഇൻ പേഷ്യൻസ് അല്ലെങ്കിൽ ഓർ ഔട്ട് പേഷ്യൻസ്. രജിസ്റ്റർ ഷുഡ് കളക്ട് ദ യൂണിഫോം മിനിമം സെറ്റ് ഓഫ് ഡാറ്റ റെക്കമെൻഡഡ്. അത്യാവശ്യം ഡാറ്റാസ് റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടതൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെ അതേപോലെ പോപ്പുലേഷൻ ബേസ്ഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണമാണ് വരുന്നത്, എന്തോന്ന് ഹോസ്പിറ്റലും പിന്നെ ഒന്ന് പോപ്പുലേഷനും. ഇനി സെക്കൻഡറി പ്രിവെൻഷനിൽ തന്നെ ഒന്നാമത്തെയാണ് എന്താ ക്യാൻസർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് കേസസ്. നമുക്കറിയാം നേരത്തെ തന്നെ കേസുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ക്യാൻസർ വന്നു എന്നും പറഞ്ഞ് തളർന്നു പോയല്ല, നമുക്കത് ക്യാൻസറിന്റെ എന്തെങ്കിലും ഒരു എന്താ പറയാ സൈൻസ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സിഗ്നൽസ് എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമ്മൾ അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഡേഞ്ചറസ് സിഗ്നൽസ് എന്താണെന്ന് നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് വരികയാണെങ്കിൽ തന്നെ നമ്മൾ അവിടെ പതറാതെ നമ്മളത് ഡോക്ടറെ കണ്ട് നേരത്തെ തന്നെ ചികിത്സിച്ച് അതിന്റെ എക്സ്ട്രീം സ്റ്റേജിലോട്ടേക്ക് വന്ന് ചികിത്സിച്ചുകൊണ്ട് നമുക്ക് ഒന്നും എന്താ പറയുക ഒരു കാര്യമില്ല. നമ്മുടെ പൈസ പോവാ, നമ്മുടെ ഹെൽത്ത് പോവാ, നമ്മുടെ ഫാമിലിയുടെ ആ ഒരു സ്റ്റാറ്റസ്, നമ്മുടെ ഫാമിലിയുടെ അടിത്തറ പോകുന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടാനില്ല. അപ്പൊ അതുകൊണ്ട് എന്താ എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ തന്നെ ചെയ്യാം. പിന്നെ ട്രീറ്റ്മെന്റ് മൂന്നാമത്തെയാണ് എന്താ ട്രീറ്റ്മെന്റ്. അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷനിൽ ഒന്ന് ക്യാൻസർ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യുക, രണ്ടാമത് ഏർലി ഡിറ്റക്ഷൻ ചെയ്യുക, പിന്നെ മൂന്നാമത്തെയാണ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്, സർജിക്കൽ റിമൂവൽ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, കീമോതെറാപ്പി ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തിൽ വരുന്നത്, ക്യാൻസർ കൺട്രോൾ വരുന്നത്. ക്യാൻസർ കൺട്രോൾ പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, സെക്കൻഡറി പ്രിവെൻഷൻ ഉണ്ട്. അപ്പൊ പ്രൈമറി പ്രിവെൻഷനിൽ വന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത് നോക്കാം. സെക്കൻഡറി പ്രിവെൻഷനിൽ വന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമുക്ക് കുറച്ച് ഡേഞ്ചറസ് സിഗ്നൽസ്, അതായത് ഒരു ക്യാൻസർ വരാനായിട്ടാണ് നമ്മുടെ ആ ഒരു സിഗ്നൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ ലംപ് ഓർ ഹാർഡ് ഏരിയ ഇൻ ദ ബ്രസ്റ്റിന്റെ അവിടെയായിട്ട് ഒന്നില്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് ബ്രസ്റ്റ് ഹാർഡ് ആവാ, അല്ലെങ്കിൽ ആ ഏരിയയിലായിട്ട് എന്തെങ്കിലും ഒരു തടിപ്പോ ലംബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫീല് നിങ്ങൾക്ക് നമ്മൾ സ്വയം തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മള് ലേഡീസ് സ്വയം തന്നെ ഒന്ന് നമ്മുടെ ബ്രസ്റ്റ് ഒക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അബ്നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തടിപ്പ് അവിടെ കാണുന്നുണ്ടെന്നാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. എ ചേഞ്ച് ഇൻ എ വാട്ട് ഓർ മോള്, അതായത് അനാവശ്യമായിട്ടുള്ള ഒരു മോളോ അല്ലെങ്കിൽ വോട്ടോ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതും ഇതിന്റെ ഒരു ഡേഞ്ചറസ് സിഗ്നലാണ്. പിന്നെ പെർസിസ്റ്റന്റ് ചേഞ്ച് ഇൻ ഡൈജസ്റ്റീവ് ആൻഡ് ബവൽ ഹാബിറ്റ്സ്, നമ്മുടെ ഡൈജസ്റ്റീവ് അല്ലെങ്കിൽ ബവൽ ഹാബിറ്റ്സിലൊക്കെ എന്തോ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നോർമൽ പോലെ അല്ല അബ്നോർമൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ആൻഡ് എ പെർസിസ്റ്റന്റ് കഫ് ഓർ ഹൊറാസ്നസ്, അതായത് ഭയങ്കരമായിട്ടുള്ള ചുമയോ അങ്ങനെ ഭയങ്കര ഇതായിട്ട് വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ആൻഡ് എക്സസീവ് ലോസ് ഓഫ് ബ്ലഡ് അറ്റ് ദ മന്ത്ലി പീരീഡ് ഓർ ലോസ് ഓഫ് ബ്ലഡ് ഔട്ട്സൈഡ് ദ യൂഷ്വൽ ഡേറ്റ്സ്. പ്രത്യേകിച്ച് ലേഡീസിന് അവർക്ക് അതായത് മന്ത്ലി എന്താണ് പീരിയഡ്സ് ഉണ്ടാവും. അപ്പൊ പീരിയഡ്സിൽ ഓൾറെഡി ഒരു പർട്ടിക്കുലർ ബ്ലഡ് പോകും. അതിനേക്കാൾ മേലെ ബ്ലഡ് പോവുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ബ്ലഡ് ലോസ് ഫ്രം എനി നാച്ചുറൽ ഓറിഫൈസ്, ഏതെങ്കിലും നാച്ചുറൽ ഓറിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൂക്കിൽ നിന്നോ അല്ലെങ്കിൽ ചെവിയിൽ നിന്നോ അങ്ങനെ എവിടെന്നെങ്കിലൊക്കെ ബ്ലഡ് അനാവശ്യമായിട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. എ സ്വെല്ലിംഗ് ഓർ സോർ ദാറ്റ് ഡസ് നോട്ട് ഗെറ്റ് ബെറ്റർ, ഏതെങ്കിലും മുറിവുകളോ എന്തെങ്കിലും സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അത് ഉണങ്ങുന്നില്ല എന്നാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, നമ്മുടെ നോർമൽ ഏജിനും നമ്മുടെ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചുള്ള ഒരു വെയിറ്റ് നമുക്ക് ഉണ്ടാവും.
ആ വെയിറ്റിനേക്കാളും കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറസ് സിഗ്നൽസ് ആണ്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. നിങ്ങൾക്ക് ചോദിക്കാം, ഐതർ 2 മാർക്കിനായാലും നിങ്ങൾക്ക് ഇത് ചോദിക്കാം. ഇപ്പൊ ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇനി അടുത്തതാണ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ക്യാൻസറിലെ വരുന്നത് ക്യാൻസർ സ്ക്രീനിങ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഐദർ 5 മാർക്കിനാവണം. 5 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ക്യാൻസർ സ്ക്രീനിങ് എന്തൊക്കെയാണ്? മെത്തേഡ് ഓഫ് ക്യാൻസർ സ്ക്രീനിങ്. ഒന്ന്, മാസ് സ്ക്രീനിങ് ബൈ കോംപ്രഹെൻസീവ് ക്യാൻസർ ഡിറ്റക്ഷൻ എക്സാമിനേഷൻ, മാസ് സ്ക്രീനിങ് അറ്റ് സിംഗിൾ സൈറ്റ്, ദെൻ സെലക്റ്റീവ് സ്ക്രീനിങ്. അപ്പൊ ഒന്നാമത്തെ മാസ് സ്ക്രീനിങ് ബൈ കോംപ്രഹെൻസീവ് ക്യാൻസർ ഡിറ്റക്ഷൻ എക്സാമിനേഷൻ, പിന്നെ മാസ് സ്ക്രീനിങ് അറ്റ് സിംഗിൾ സൈറ്റ്, പിന്നെ സെലക്റ്റീവ് സ്ക്രീനിങ്. അപ്പൊ ഈ 3 മെത്തേഡുകളാണ് വരുന്നത്. ഒന്നാമത്തെ മാസ് സ്ക്രീനിങ് ബൈ കോംപ്രഹെൻസീവ് ക്യാൻസർ ഡിറ്റക്ഷൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ആണ്. അതേപോലെ തന്നെ എക്സാമിനേഷൻ ഓഫ് 1 or more ബോഡി സൈറ്റ്സ് ബൈ എ ഫിസിഷ്യൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അപ്രോച്ച് ഫോർ സ്ക്രീനിങ് ഫോർ ക്യാൻസർ. ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ ബോഡി പാർട്സ് ഫിസിഷ്യൻ വഴി എന്താ പറയാ ചെക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് മാസ് സ്ക്രീനിങ് ബൈ കോംപ്രഹെൻസീവ് ക്യാൻസർ ഡിറ്റക്ഷൻ എക്സാമിനേഷൻ എന്നുള്ളത്. ഇനി മാസ് സ്ക്രീനിങ് അറ്റ് സിംഗിൾ സൈറ്റ്, ഏതെങ്കിലും ഒരു സിംഗിൾ സൈറ്റ് അല്ലെങ്കിൽ സർവിക്സോ അല്ലെങ്കിൽ ബ്രസ്റ്റോ അല്ലെങ്കിൽ ലങ്ങോ ഏതെങ്കിലും ഒരൊറ്റ എണ്ണം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മാസ് സ്ക്രീനിങ് അറ്റ് സിംഗിൾ സൈറ്റ്. പിന്നെ സെലക്റ്റീവ് സ്ക്രീനിങ്, ദിസ് റെഫർ ടു എക്സാമിനേഷൻ ഓഫ് ദ പീപ്പിൾ തോട്ട് ടു ബി സ്പെഷ്യലി റിസ്ക്. അതായത് ചിലവര് സ്പെഷ്യലി റിസ്ക് ആയിട്ടുള്ളവരുണ്ടാവും, അവരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ ഇത് സെലക്റ്റീവ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് വുമൺ ഓഫ് ലോ സോഷ്യൽ ഇൻകം, ലോ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റ അല്ലെങ്കിൽ അപ്വേർഡ് ഓഫ് 35 years, അവർക്ക് ഈ പറഞ്ഞ പോലെ സെർവി ക്യാൻസേഴ്സ് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുപാട് സ്മോക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ആ കാറ്റഗറീസ് പെടുന്നവർക്ക് ഓൾറെഡി നമുക്ക് ലങ് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ കാറ്റഗറീസ് പെടുന്നവരെ എടുക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ക്രോണിക് ആയിട്ടുള്ള വരുന്നത് അസുഖങ്ങൾ വരുന്ന അല്ലെങ്കിൽ ക്യാൻസേഴ്സ് വരുന്ന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സെലക്റ്റീവ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നോക്കാം കേട്ടോ. ഇനി ഒന്നാമത്തെയാണ് സ്ക്രീനിങ് ഫോർ ക്യാൻസർ സെർവിക്. ഇമ്പോർട്ടൻ്റ് ആണ് സ്ക്രീനിങ് ഫോർ ക്യാൻസർ സെർവിക് എന്ന് പറയുന്നത്. സ്ക്രീനിങ് ഫോർ സെർവിക്കൽ ക്യാൻസർ ഹാസ് ബിക്കം ആൻ എക്സ്പെക്റ്റഡ് ക്ലിനിക്കൽ പ്രാക്ടീസ്. ഇപ്പൊ നമുക്ക് ക്ലിനിക്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്, ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ഇത്. ദെൻ കറന്റ് പോളിസി സജസ്റ്റ് ദാറ്റ് ഓൾ വുമൺ, ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ഓൾ വുമൺ ഷുഡ് ഹാവ് എ പാപ്പ് ടെസ്റ്റ്. അപ്പൊ ഈ പാപ്പ് ടെസ്റ്റ് ഉണ്ടോ, അത് നിങ്ങൾക്ക് 1 വേർഡിന് ചോദിക്കാം, 1 മാർക്കിന് ചോദിക്കാം. ക്യാൻസർ സെർവിക്സ് സ്ക്രീൻ ചെയ്യേണ്ട ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പ് ടെസ്റ്റ്. അറ്റ് ദ ബിഗിനിങ് ഓഫ് സെക്ഷൽ ആക്ടിവിറ്റി, അപ്പോൾ ഒരു എന്താ പറയുക ഒരു വുമൺ സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുന്നായിട്ട് പാപ്പ് ടെസ്റ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദെൻ എവറി 3 years thereafter, അതിനുശേഷം ഒരു പ്രാവശ്യം പാപ്പ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കൂടുമ്പോൾ പാപ്പ് ടെസ്റ്റ് ചെയ്തിരിക്കണം. However, screening for cancer service using pap smear require excessive resource in terms of laboratories, equipments and trained personnel. ഈ പാപ്പ് ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയുക കോസ്റ്റ്ലി ആണ്. അതേപോലെ തന്നെ ഒരുപാട് ഇക്വിപ്മെന്റ്സും ലബോറട്ടറീസും പേഴ്സണൽസും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും വേണം. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സ്, കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് അടിയിൽ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ വിഷ്വൽ ഇൻസ്പെക്ഷൻ ബേസ്ഡ് screening test such as visual inspection with 5% acetic acid. രണ്ടാമത്തെ എന്താ visual inspections based screening test such as visual inspections with magnification, then visual inspection post application lingual iodine VIL. ചിലപ്പോൾ ഇതിന്റെ നിങ്ങൾക്ക് അബ്രിവേഷൻസ് ചോദിക്കാം കേട്ടോ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്താ പറയുക പാപ്പ് ടെസ്റ്റിന് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നേക്കുന്ന അടുത്ത സ്ക്രീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതുക. ഈ നോർമലി ചോദിക്കുകയാണ് സ്ക്രീനിങ് ഫോർ ക്യാൻസർ സെർവിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതേണ്ടത് പാപ്സ് ടെസ്റ്റ് ആണ് എഴുതേണ്ടത് കേട്ടോ. പാപ്പ് ടെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെയാണ് എന്ത് സ്ക്രീനിങ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. ഈ ഏരിയയിൽ നിന്ന് മിക്കതും ഏതൊക്കെയാണ് സ്ക്രീനിങ് ഫോർ ചോദിക്കുക. അപ്പൊ സ്ക്രീനിങ് ഫോർ സെർവിക്സിന്റെ ഏതാണ് പാപ്പ് സ്മിയർ, തെറ്റിക്കരുത് കേട്ടോ.
ഇനി രണ്ടാമത്തെ സ്ക്രീനിങ് ഫോർ ബ്രസ്റ്റ് ക്യാൻസർ. നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ ആണ് മോസ്റ്റ് കോമൺ, വേൾഡിലായാലും ഇന്ത്യയിലായാലും മോസ്റ്റ് കോമൺലി കാണപ്പെടുന്ന ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ. എന്നാൽ ലീസ്റ്റ് ഡെത്ത് കുറവാണെങ്കിലും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. കാരണം എന്താ വെച്ചാൽ ഡെത്ത് കുറവാവാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാനും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ഉള്ള കുറെ ടെക്നിക്സും കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഒന്നാമത്തെയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വുമൺ എല്ലാ എല്ലാ വുമൺസും അവരുടെ ബ്രസ്റ്റ് സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക. മിക്ക ദിവസവും നമ്മൾക്ക് നമ്മുടെ ബ്രസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തൊട്ട് ഒന്ന് നമ്മൾ നല്ലോണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള തടിപ്പുകളോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളൊരു ഫിസിഷ്യനെ കാണാം. രണ്ടാമത്തെ പാൽപേഷൻ ബൈ എ ഫിസിഷ്യൻ. ഫിസിഷ്യൻ വഴി എന്താ പറയുക, ലാർജ് ഫാറ്റി ബ്രസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫിസിഷ്യൻ വഴി കണ്ടുപിടിക്കുന്നതാണ് പാൽപേഷൻ ബൈ എ ഫിസിഷ്യൻ. പിന്നെ മൂന്നാമത്തെ തെർമോഗ്രഫി ഉണ്ട്, പിന്നെ മാമോഗ്രഫി ഉണ്ട്. ഇതിൽ മാമോഗ്രഫി ആണ് എന്ത്, ഇസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ഇൻ ഡിറ്റക്ടിങ് സ്മോൾ ട്യൂമേഴ്സ് ദാറ്റ് ആർ സംടൈം മിസ്ഡ് ഓൺ പാൽപേഷൻ. പാൽപേഷൻ വഴി ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു ട്യൂമേഴ്സും കാര്യങ്ങളൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് മിസ്സാവാണ്ടിരിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, മാമോഗ്രഫി യൂസ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള സ്ക്രീനിങ് ഫോർ ക്യാൻസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാമോഗ്രഫി ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി സെൽഫായിട്ട് ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ മാമോഗ്രഫി എന്ന് എഴുതി വെക്കേണ്ടത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ആണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാണ്ട് ഇരിക്കുക കേട്ടോ. ഇനി ഇനി സ്ക്രീനിങ് ഫോർ ലങ് ക്യാൻസർ. നമുക്കറിയാം ലങ് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ ഡെത്ത് സംഭവിക്കുന്നത് ലങ് ക്യാൻസർ ആണ്. കാരണം ഈ ടുബാക്കോ യൂസ് അല്ലെങ്കിൽ ടുബാക്കോയുടെ യൂസ് ആണ് ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുതൽ. ചൂയിങ്ങും പുകയ്ക്കും ഇതൊക്കെ ആകുമ്പോൾ, സ്മോക്കിംഗ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര ചാൻസസ് കൂടുതലാണ് ലങ് ക്യാൻസർ. ലങ് ക്യാൻസർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആണ്, ഡെത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡെത്ത് ആണ്. പിന്നെ ലങ് ക്യാൻസറിന്റെ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഒന്ന് ചെസ്റ്റ് റേഡിയോഗ്രഫിയും പിന്നെ ഒന്ന് സ്പുട്ടം സൈറ്റോളജിയും. ഈ രണ്ട് വേ ആണ് നമുക്ക് ലങ് ക്യാൻസർ സ്ക്രീൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മൾ മെത്തേഡ് ഓഫ് ക്യാൻസർ സ്ക്രീനിങ് കഴിഞ്ഞു. ഇനി നമ്മൾ എപ്പിഡമോളജി ഓഫ് സെലക്ടഡ് ക്യാൻസർ. നമ്മൾ കുറച്ച് ക്യാൻസറുകൾ സെലക്ട് ചെയ്തിട്ട്, അതായത് വൺ ഓഫ് ദ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്യാൻസേഴ്സ് ആണ്, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെയാണ് ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ 10 മോസ്റ്റ് കോമൺ ക്യാൻസർ ഇൻ ദ വേൾഡ്. ഓറൽ ക്യാൻസർ ഈസ് എ മേജർ പ്രോബ്ലം ഇൻ ഇന്ത്യ. അപ്പോൾ ഓറൽ ക്യാൻസർ എടുക്കാന്ന് വെച്ചാൽ വേൾഡ് ഒരു 10 ക്യാൻസർ എടുക്കാന്ന് വെച്ചാൽ അതിൽ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ആണ് ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത്. വേറെ ഒന്നുകൊണ്ടല്ല, അതിന്റെ എപ്പിഡമോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കിയാൽ തന്നെ അറിയാം അത് എത്രത്തോളം ഡേഞ്ചറസ് ആണ്. ഒന്നാമത്തെ ടുബാക്കോ. എന്താ പറയാ, അപ്രോക്സിമേറ്റ്ലി 90% ഓഫ് ഓറൽ ക്യാൻസർ എന്തുകൊണ്ടാണ്, ഈ പറഞ്ഞ പോലെ ടുബാക്കോ യൂസ് കൊണ്ടാണ്. എന്താ പറയുക, ടുബാക്കോ പലതരത്തിൽ യൂസ് ചെയ്യാം അല്ലേ. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ടുബാക്കോനെ കുറിച്ച് കുറെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് കാരണം ടുബാക്കോയുടെ യൂസ് കൊണ്ട്. അത് ചൂയിങ് ആവാം, സ്മോക്കിങ്ങിലാവാം, അങ്ങനെ അതിന്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള യൂസ് വരുമ്പോഴാണ് ഓറൽ ക്യാൻസറിന്റെ വരാൻ ചാൻസ് കൂടുതൽ. ടോപ്പ് 1 ആണ് എന്താ പറയുക ഓറൽ ക്യാൻസർ വരുന്നതിന്റെ മെയിൻ റീസൺ ആണ് ടുബാക്കോ. രണ്ടാമത്തെ ആൽക്കഹോൾ. അപ്പൊ എന്താ പറയുക അൺകൺട്രോളബിൾ ഇൻടേക്ക് ഓഫ് ആൽക്കഹോൾ ലീഡ് ഓറൽ ക്യാൻസർ ലീഡ് ചെയ്യും. അതേപോലെ മൂന്നാമത്തെയാണ് പ്രീ ക്യാൻസർ സ്റ്റേജസ്. എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ക്യാൻസേഴ്സിന്റെ എന്തെങ്കിലും ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെതായ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അതേപോലെ തന്നെ ഹൈ റിസ്ക് ഗ്രൂപ്പ്. ഹൈ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ടുബാക്കോ ച്യൂവേഴ്സ് ഉണ്ട്, സ്മോക്കേഴ്സ് ഉണ്ട്, അതേപോലെ ബീഡി സ്മോക്കേഴ്സ് ഒക്കെ ഇല്ലേ, ഇവരൊക്കെ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നവരാണ്. ഈ ഓറൽ ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ വരുന്നത്. ആൻഡ് രണ്ടാമത്തെ ഇനി കൾച്ചറൽ പാറ്റേൺസ്. എത്രാമത്തെ 1, 2, 3, നാലാമത്തെയാണ് സോറി 1, 2, 3, 4, അഞ്ചാമത്തെയാണ് കൾച്ചറൽ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ കൾച്ചറൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ,
നമുക്കറിയാം പണ്ട് ഈ പറഞ്ഞ പോലെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോ സ്റ്റാർട്ടർ ആയിട്ടാണോ അതേപോലെ അവസാനമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനും കണ്ടിട്ടുണ്ട്. കുറച്ചൊരു പാക്കറ്റ് കുഞ്ഞു കുഞ്ഞു പാക്കറ്റിലായിട്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. അതേപോലെ അടുത്ത് വെറ്റിലയും പിന്നെ അങ്ങനത്തെ കുറച്ചൊരു അത് അവരുടെ കൾച്ചറാണ്. അവര് പാരമ്പര്യമായിട്ട് കൊണ്ടുവരുന്നതാണ്. പക്ഷെ അതെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഓറൽ ക്യാൻസറിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊരു പാറ്റേൺ ആണ്. പിന്നെ അതേപോലെ ചിലവര് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറെ കൾച്ചേഴ്സ് ഉണ്ട്. ഈ ബീഡി, സ്മോക്ക് ഇതൊക്കെ ഒരു കൾച്ചറായിട്ട് കൊണ്ട് നടക്കുന്ന കുറെ എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊക്കെ കൾച്ചറൽ പാറ്റേൺസ് ഒക്കെ എന്തിന് ലീഡ് ചെയ്യും? ഓറൽ ക്യാൻസറിന് ലീഡ് ചെയ്യും. ഇനി അപ്പൊ എന്തൊക്കെയാണ്? ടുബാക്കോ, ആൽക്കഹോൾ, പ്രീ ക്യാൻസറസ് സ്റ്റേജ്, ഹൈ റിസ്ക് ഗ്രൂപ്പ്, കൾച്ചറൽ പാറ്റേൺ. ഇനി പ്രിവെൻഷൻ. ഒന്നാമത്തെ പ്രിവെൻഷൻ എന്താ? അപ്പൊ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് വരുന്നത്. പ്രൈമറി പ്രിവെൻഷനും സെക്കൻഡറി പ്രിവെൻഷനും. അപ്പൊ പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത് എന്താ? ഒന്ന്, എലിമിനേറ്റ് ടുബാക്കോ ഹാബിറ്റ് ഫ്രം ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയിൽ ടുബാക്കോ ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യുക. ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇവഞ്ച്വലി എന്താ പറയാ സ്ലോലി തന്നെയാണ് നമുക്ക് പറ്റുക. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. ദെൻ പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ. പബ്ലിക്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതിന്റെ കോൺസിക്വൻസസും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഒരാളെങ്കിൽ ഒരാൾ നന്നായി അത്രയും നമുക്ക് എഫക്റ്റ് ആണ്. അതേപോലെ മോട്ടിവേറ്റ് ചെയ്യുക. ഈ ടുബാക്കോ ഇതൊക്കെ യൂസ് ചെയ്യുന്നവരോട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സസ്, അവർക്ക് വരാൻ പോകുന്ന കോൺസിക്വൻസസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ക്ലാസ്സസുകൾ, അവരുടെ ഫാമിലിക്ക് ഇങ്ങനെ സംഭവിക്കും അതൊക്കെ ഒന്ന് പറഞ്ഞ് ചിലപ്പോ അതിൽ മോട്ടിവേറ്റഡ് ആയിട്ട് അവര് ഇതൊക്കെ ഉപേക്ഷിക്കാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽസ്. എന്താ പറയുക, ഇതാണ് മെയിൻ സാധനം. ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മളും എന്താ പറയാ ചേഞ്ച് ആവാണ്. സോ വൺ ഓഫ് ദ പ്രൈമറി പ്രിവെൻഷൻ ആണ് ലൈഫ് സ്റ്റൈല് ചേഞ്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ലൈക്ക് ബാനിങ് ഓർ റെസ്ട്രിക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ടുബാക്കോ. നമ്മള് നമുക്കറിയാം ഓൾറെഡി നമ്മുടെ നാട്ടില് ഈ പറഞ്ഞ പോലെ ടുബാക്കോ എന്താ പറയാ സിഗരറ്റിന്റെ പാക്കറ്റിലൊക്കെ ആയാലും അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഈവൻ ആൽക്കഹോളിന്റെ ഫ്രണ്ടിലായാലും ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അത് മാത്രമല്ല പിന്നെ ഒരുപാട് ഫൈനും കാര്യങ്ങളും എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. എങ്കിൽ കൂടിയും ഈ ക്യാൻസറിന് ഒരു കുറവുമില്ല. അപ്പോ അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടും കൂടിയും ഈ ക്യാൻസറിന് നമുക്ക് തടയാൻ പറ്റുന്നില്ല. കൂടി കൂടി വരാണെന്നാണെങ്കിൽ നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ, നമ്മുടെ എന്താ പറയാ ഈ ഡെവലപ്പിംഗ് കൺട്രീസസ് ഒക്കെ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നമുക്കൊന്ന് എന്താ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഹാബിറ്റ്സ്, നമ്മുടെ എന്താ പറയുക ബിഹേവിയറൽ പാറ്റേൺസിലൊക്കെ വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് പിന്നെ അതാണ് പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നത്. എന്തൊക്കെയാ? എലിമിനേറ്റ് ടുബാക്കോ ഹാബിറ്റ് ഫ്രം ദ കമ്മ്യൂണിറ്റി, പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ, ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽസ്, ലെജിസ്ലേറ്റീവ് മെഷേഴ്സ് ലൈക്ക് ബാനിങ് ഓർ റെസ്ട്രിക്റ്റിംഗ് ദ സെയിൽ ഓഫ് ടുബാക്കോ. ഈ എത്ര റെസ്ട്രിക്ഷൻ നടന്നാലും അത് നടക്കൂല. ഇപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഏജന്റ് വഴി ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ചെറിയ പിള്ളേർ 10+1+2 കുട്ടികൾക്കൊക്കെ ഇത് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് അവർ എങ്ങനെ യൂസ് ചെയ്യുന്ന അവർക്ക് അതിൻ്റെതായ ഏജന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. അങ്ങനത്തെ ഇതാണ് ഇപ്പത്തെ പിള്ളേരാണെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ എന്താ പറയാ അതൊരു ട്രെൻഡായിട്ട് കൊണ്ടുനടക്കുന്ന കുറെ പേരുണ്ട്. എങ്ങോട്ടേക്കാ നമ്മുടെ എന്താ പറയാ ഭാവി എങ്ങോട്ടേക്കാ പോണെന്ന് തന്നെ ഒരു പിടുത്തില്ല. എന്തായാലും നമുക്ക് നല്ലതിന് എന്താ പറയാ നല്ലത് വരുന്നു പ്രതീക്ഷിക്കാം. ഇനി രണ്ടാമത്തെയാണ് എന്താ? സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏർലി ഡിറ്റക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്. വേറൊന്നുമില്ല, നേരത്തെ തന്നെ കണ്ടുപിടിച്ച് എന്തെങ്കിലും എന്താ പറയാ വായയുടെ ഉള്ളിലോ അവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് ഇതുവരെ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ വാട്സോ അല്ലെങ്കിൽ ലംബോ എന്തെങ്കിലും തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് ഇഗ്നോർ ചെയ്യാണ്ട് ഡോക്ടറെ കാണിക്കുക. അതെന്താന്ന് ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന് വേണ്ട ആഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുക. ഈ ക്യാൻസറിനെ കൺട്രോൾ ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് പ്രിവെൻഷനിൽ വരുന്നത്. ഒന്ന് പ്രൈമറി പ്രിവെൻഷൻ, രണ്ട് സെക്കൻഡറി പ്രിവെൻഷൻ. ഇനി രണ്ടാമത്തെയാണ്. അപ്പൊ ഒന്നാമത്തെയാണ് ഇത് ക്യാൻസർ, ഓറൽ ക്യാൻസർ. ഇനി രണ്ടാമത്തെയാണ് ക്യാൻസർ ഓഫ് സെർവിക്സ്. അപ്പൊ സെർവിക്കൽ ക്യാൻസർ ഫോർത്ത് മോസ്റ്റ് ഫ്രീക്വന്റ് ക്യാൻസർ ഇൻ വുമൺ. അപ്പൊ വുമണിൽ വരുന്ന ഫോർത്ത് മോസ്റ്റ് ക്യാൻസർ ആണ് എന്തെന്ന് പറയുന്നത്? സെർവിക് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 90% ഓഫ് ഡെത്ത് ഫ്രം സെർവിക്കൽ ക്യാൻസർ ഒക്കർഡ് ഇൻ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. അപ്പൊ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിലാണ് എന്ത് വരുന്നത്? കൂടുതലും ഈ സെർവിക്കൽ ക്യാൻസേഴ്സ് വരാൻ ചാൻസ്. അപ്പൊ അത് നിങ്ങളോട് വേണേ വണ്ണോടായിട്ട് ചോദിക്കാം.
ഹൈ സോഷ്യോ ഇക്കണോമിക് ആണോ അല്ലെങ്കിൽ ലോ ഇൻകം കൺട്രീസിലാണോ എന്ത് സെർവിക്കൽ ക്യാൻസർ കൂടുതൽ വരാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോ ഇൻകം ആയിരിക്കണം, ലോ ആൻഡ് മിഡിൽ ഇൻകം ആയിരിക്കണം. റീസൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഹൈജീൻ അതാണ് റീസൺ എന്ന് പറയണത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലിവിങ് ഫോളോ ചെയ്യുന്നവർ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഹൈജീൻ്റെ ആയിരിക്കും. അതേപോലെ തന്നെ ഓവർ ക്രൗഡിങ് ഒന്നും അയക്കത്തില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ലോ ഇൻകം കൺട്രീസിൽ അല്ലെങ്കിൽ ലോ ഇൻകം ആയിട്ടുള്ളവർ ആണെങ്കിൽ നമുക്കറിയാം അവർക്ക് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും, പൈസ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചുള്ള എന്താ പറയുക ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എത്രത്തോളം പേഴ്സണൽ ഹൈജീൻസ് ഉണ്ടാവുമെന്ന് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിൽ വരുന്നത്. ഇനി നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡിസീസ് ഒരു നോർമൽ എപ്പിത്തീലിയം ആയിരിക്കും. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സെല്ലോ, ഒരു നോർമൽ എപ്പിത്തീലിയം, അത് ഡിസ്പ്ലാസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെല്ലും കാര്യങ്ങളും അബ്നോർമൽ ആയിട്ട് എന്താ പറയാ ഗ്രോത്ത് ചെയ്യുക, അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സർട്ടൺ സെല്ല്, ദെൻ ക്യാൻസർ ഇൻസിറ്റു, ദെൻ എന്താ പറയുക ക്യാൻസർ ഫോം ചെയ്യുക, എന്നിട്ട് എന്താ ഇൻവാസീവ് ക്യാൻസർ മറ്റുള്ള ഇതിലേക്ക് എന്താ പറയാ പടർന്നു പിടിച്ച് അത് ഭയങ്കരമായിട്ട് എന്താ പറയാ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്തത് മാത്രമല്ല അകലെയുള്ള ഓർഗൻസിനെ വരെ നശിപ്പിക്കാനായിട്ടുള്ള ഇത് കൂടുതലാണ് എന്ത് ഈ പറയുന്ന ക്യാൻസറസ് സെൽസിന്. പിന്നെ സെർവിക്സ് ക്യാൻസർ വരാനായിട്ടുള്ള ഒരു ഏജന്റ്, ഒരു കോസറ്റീവ് ഏജന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറേ പറയുന്നു, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV. അതങ്ങനെ തന്നെ ചോദിക്കും. നിങ്ങളതൊന്ന് റെഡ് മാർക്കിലോ റെഡിലോ അല്ലെങ്കിൽ 5 സ്റ്റാറോ എന്തെങ്കിലും ഇട്ട് വെച്ചോ. സെർവിക് ക്യാൻസർ വരാനുള്ള ഏജന്റ്, കോസറ്റീവ് ഏജന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇനി കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, എന്തൊക്കെയാന്ന് നോക്കുക. അത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളതാണ് പറയുന്നത്. ഒന്ന് ഏജ് എന്ന് പറയുമ്പോഴേ നിങ്ങളോട് ചോദിക്കും ചിലപ്പോ ഈ സെർവിക് ക്യാൻസർ ഫോം ചെയ്യാനായിട്ടുള്ള ഏജ് ഏതൊരു റേഞ്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് 25 to 45 റേഞ്ചിലാണ് എന്ത് സെർവിക് ക്യാൻസറിന്റെ ആ ഒരു ഏജ് എന്ന് പറയുന്നത്, വരാനുള്ള ചാൻസസ് കൂടുതൽ എന്ന് പറയുന്നത്. ദെൻ യങ്, അതായത് സെർവിക് ക്യാൻസർ എഫക്ട് relatively young woman with incidence increasingly from the age of 25 to 45. Then രണ്ടാമത്തെ ജെനിറ്റൽ വാർഡ്സ്, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കൈൻഡ് ഓഫ് വാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക റിസ്ക് ഫാക്ടറി പറഞ്ഞതാണ്. അതപ്പം തന്നെ ഡോക്ടറെ കാണിച്ച് വേണ്ടാത്ത ട്രീറ്റ്മെന്റ് എടുക്കാം. ദെൻ മാരിറ്റൽ സ്റ്റാറ്റസ്, അത് ചോദിക്കാം നിങ്ങളോട്. കേസസ് ആർ ലെസ് ലൈക്ലി ടു ബി സിംഗിൾ, മോർ ലൈക്ലി ടു ബി വിഡോഡ്, ഡിവോഴ്സ്ഡ് ഓർ സെപ്പറേറ്റഡ് ആൻഡ് ഹാവിംഗ് മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്. അതായത് വിഡോവ്ഡ് ആയിട്ടും ഡിവോഴ്സ്ഡും സെപ്പറേറ്റഡും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സിനും ഇവർക്കൊക്കെ സെർവിക്കൽ ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ആൻഡ് അതേപോലെ വെരി കോമൺ ഇൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇവർക്കൊക്കെ. ദെൻ ഏർലി മാരേജ് നേരത്തെ തന്നെ ഏർലി മാരേജ് അല്ലെങ്കിൽ ഏർലി കോയിറ്റസ് അല്ലെങ്കിൽ ഏർലി ചൈൽഡ് ബിയറിംഗ് എന്തിന് ചാൻസസ് കൂടുതലാണ്, ഈ പറഞ്ഞ പോലെ ഇതിനും ഈ സെർവിക് ക്യാൻസറിന് ചാൻസസ് കൂടുതലാണ്. ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് അനാവശ്യമായിട്ടുള്ള ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് ഇൻടേക്ക് ചെയ്യുമ്പോൾ ചാൻസസ് വളരെയധികം കൂടുതലാണ്. ദെൻ സോഷ്യോ ഇക്കണോമിക് ക്ലാസ്സസ്, പറഞ്ഞ പോലെ ക്യാൻസർ സർവീസ് ഈസ് മോർ കോമൺ ഇൻ ലോവർ സോഷ്യോ ഇക്കണോമിക് ഗ്രൂപ്പ്. അതെന്തുകൊണ്ടാണ്? പുവർ ജെനിറ്റൽ ഹൈജീൻ ഭയങ്കര അധികം പുവർ ആയതുകൊണ്ടാണ് എന്ത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പൊ അതൊന്ന് നോക്കുക. ഏജ്, ജെനിറ്റൽ വാർഡ്സ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഏർലി മാരേജ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഇതിന്നൊക്കെ നിങ്ങൾക്ക് 1 വേർഡ്സ് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാത്തതിനൊക്കെ ആയിരിക്കും 1 വേർഡ്സ് ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് വായിച്ചു പോണതിലായി കൂടിയും 1 വേർഡ്സ് വരാനായിട്ടുള്ള വളരെ ഇത് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഏർലി കോയിറ്റസ് അല്ലെങ്കിൽ ഏർലി മാരേജ് ഈ സെർവിക് ക്യാൻസറിന്റെ റിസ്ക് ഫാക്ടേഴ്സിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആണ് എഴുതണം. ഓക്കെ, അപ്പൊ അതേപോലെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നിങ്ങൾ നല്ലോണം രീതിക്ക് വായിക്കുക. ദെൻ പ്രിവെൻഷൻസ് ആൻഡ് കൺട്രോൾ. എന്തുണ്ട്? പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, സെക്കൻഡറി പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമറി പ്രിവെൻഷൻ എന്താ? പേഴ്സണൽ ഹൈജീൻ, ബർത്ത് കൺട്രോൾ. പേഴ്സണൽ ഹൈജീൻ അതായത് സർവിക്സ് നമുക്കറിയാം, അവിടെ മാക്സിമം ജെനിറ്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വേണ്ടതാണ്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ എന്തായാലും ഉണ്ടാവണം. അതേപോലെ ബർത്ത് കൺട്രോൾ നമുക്ക് എന്താ പറയാ അധികമായി കഴിഞ്ഞാലും പറഞ്ഞ പോലെ ഇത് വരും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ബർത്ത് കൺട്രോൾ ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ രണ്ടാമത്തെയാണ് എന്ത്
സെക്കൻഡറി പ്രിവെൻഷൻ എന്താ പറയുക, നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് എടുക്കുക. ഈ റേഡിക്കൽ സർജറിയും റേഡിയോ തെറാപ്പിയും ഒക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്, നമ്മുടെ ക്യാൻസർ ഓഫ് സർവിക്സിൽ വരുന്നത്. ആരാണ് അതിന്റെ പോസിറ്റീവ് ഏജന്റ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഏജ് ഗ്രൂപ്പാണ്? 25 to 45. മാരിറ്റൽ സ്റ്റാറ്റസ് നോക്കുക, ഏർലി മാരേജ് നോക്കുക, സോഷ്യൽ ഇക്കണോമിക് ക്ലാസ്സസ്, ലോവർ സോഷ്യൽ ഇക്കണോമിക് ക്ലാസ്സസ് ഗ്രൂപ്പാണ് കേട്ടോ. പിന്നെ പ്രിവെൻഷൻസ് ആൻഡ് കൺട്രോൾ. ഇനി മൂന്നാമത്തെയാണ് ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസർ നമുക്കറിയാം, മോസ്റ്റ് ഫ്രീക്വന്റ് ക്യാൻസർ അമംഗ് വുമണിൽ കാണുന്ന മോസ്റ്റ് എന്താണ് കോമൺ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്യാൻസർ ആണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നൗ ദ മോസ്റ്റ് കോമൺ ക്യാൻസർ ബോത്ത് ഇൻ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് റീജിയൻസ്. ഡെവലപ്ഡ് ആയാലും ഡെവലപ്പിംഗ് റീജിയൻസിലായാലും ഏറ്റവും കൂടുതൽ മോസ്റ്റ് കോമൺലി കാണപ്പെടുന്നത് ഏതാണ്? ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ഇൻസിഡന്റ് റേറ്റ് കൂടുതലാണ്, അതേപോലെ ഡെത്ത് റേറ്റ് കുറവാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻസിഡന്റ് റേറ്റ് ഹൈ ആണ്, അതായത് ഇതിന്റെ വരണതിന്റെ ഇത് കൂടുതലാണ്, പക്ഷെ ഡെത്ത് റേറ്റ് കുറവാണ്. ഇനി ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാ? ഒന്ന് ഫസ്റ്റ് ആണ് ഏജ്. ഏജ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ ഈസ് അൺകോമൺ ബിലോ ദ ഏജ് ഓഫ് 35. 35 താഴെ എന്താ പറയാ അൺകോമൺ ആണ്. 35 മേലെയാണ് എന്താ പറയാ ദ ഏജ് ഓഫ് 35 and 50 ആ റേഞ്ച് ഒക്കെ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ കോമൺലി കാണപ്പെടുന്നതാണ്. ദ ഇൻസിഡൻസ് ഈസ് ഇൻക്രീസിംഗ് റാപ്പിഡ്ലി ബിറ്റ്വീൻ ഏജ് ഓഫ് 35 and 50. 35ലും 50ലും ആണ് എന്ത് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഫാമിലി ഹിസ്റ്ററി. ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള ഫാമിലികൾ ഉണ്ട്. അതായത് നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് എന്താ പറയാ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അടുത്ത ആൾക്ക് അതിന്റെ തലമുറയിലുള്ള ആൾക്ക് വരണം എന്ന് ഉറപ്പൊന്നുമില്ല, എന്നിരുന്നാലും വരാം. അപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആള് എന്താ പറയാ ഉറപ്പായിട്ടും അതൊന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ നല്ലതായിരിക്കും. ചാൻസസ് കൂടുതലാണ് വരാനായിട്ട്, നിർബന്ധമില്ല, എന്നാലും ചാൻസസ് വളരെയധികം കൂടുതലാണ് ഫാമിലി ഹിസ്റ്ററി. കാരണം ആ ജീൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല, പക്ഷെ ഭാഗ്യക്കേട് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ നല്ലതായിരിക്കും. ദെൻ മൂന്നാമത്തെയാണ് എന്താ പാരിറ്റി എന്ന് പറയുന്നത്. അതായത് അൺമാരീഡ് വുമൺ ടെൻ ടു ഹാവ് മോർ ബ്രസ്റ്റ് ട്യൂമേഴ്സ് ദാൻ മാരീഡ് സിംഗിൾ വുമൺ. അതായത് അൺമാരീഡ് ആയിട്ടുള്ള വുമൻസ് ഇല്ല, അവർക്ക് ചാൻസസ് കൂടുതലാണ്, ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ഏജ് അറ്റ് മെനാർക്കി ആൻഡ് മെനപ്പോസ്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏർലി മെനാർക്കിയും ലേറ്റ് മെനപ്പോസും അത് റിസ്ക് ഫാക്ടർ. അതായത് ഏർലി മെനാർക്കിയും ലേറ്റ് മെനപ്പോസും. നേരത്തെ തന്നെ പീരീഡ്സ് ആവാം, അല്ലെങ്കിൽ തന്നെ ലേറ്റ് ആയിട്ട് മെനപ്പോസ് ആവാം, പീരീഡ്സ് നിൽക്കുക, ഇതൊക്കെ എന്താ പറയാ ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. പിന്നെ എന്താണ് ഹോർമോണൽ ഫാക്ടേഴ്സ്. വൺ ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ് ആണ് അസോസിയേറ്റ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ വിത്ത് ഏർലി മെനാർക്കി ആൻഡ് ലേറ്റ് മെനപ്പോസ്. ഹോർമോണൽ ഫാക്ടർ ഒരു റിസ്ക് ഫാക്ടർ ആണ്. Then prior breast biopsy, then diet. Current etiology അനുസരിച്ച് cancers of the breast is linked with a high fat diet and obesity. അതൊന്ന് high fat diet and obesity. Then socio-economic status. Breast cancer is common in high socio-economic group. High socio-economic ഗ്രൂപ്പിലാണ് എന്ത് socio-economic സ്റ്റാറ്റസ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം. ഈ സെർവിക് ക്യാൻസർ ആണെങ്കിൽ ലോ സോഷ്യോ ഇക്കണോമിക് ആണ്, പക്ഷെ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഹൈ സോഷ്യോ ഇക്കണോമിക് ആണ്. കാരണം അതാണ് വ്യത്യാസം. ഈ പറഞ്ഞ നമ്മള് ട്വിസ്റ്റ് ചെയ്യുന്ന കുറച്ച് വൺ വേർഡ്സ് ഒക്കെ വരുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഹൈ സോഷ്യോ ഇക്കണോമിക്കിലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് കൂടുതൽ കാണപ്പെടുന്നതാണ് പറയണത്. ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ റിലേറ്റഡ് ആവാം മേ ബി. അപ്പോ ഹൈ എന്താ പറയുക, ദിസ് ഇസ് എക്സ്പ്ലെയിൻസ് ബൈ ദ റിസ്ക് ഫാക്ടർ ഓഫ് ഹയർ ഏജ് അറ്റ് ബർത്ത്, ഫസ്റ്റ് ബർത്ത്. അതായത് ആദ്യത്തെ ബർത്ത്. ദിസ് ഈസ് എക്സ്പ്ലെയിൻ ബൈ ദ റിസ്ക് ഫാക്ടർ ഓഫ് ഹൈ ഏജ് അറ്റ് ഫസ്റ്റ് ബർത്ത്. ഇനി അടുത്തത് വരുന്ന എന്തൊക്കെയാണ്? റേഡിയേഷൻ വരാം, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെയാണ്. അപ്പൊ എന്തൊക്കെയാണ്? ഏജ്, ഫാമിലി ഹിസ്റ്ററി, പാരിറ്റി, ഏജ് അറ്റ് മെനാർക്കി ആൻഡ് മെനപ്പോസ്, ഹോർമോണൽ ഫാക്ടേഴ്സ്, പ്രയർ ബ്രസ്റ്റ് ബയോപ്സി, ഡയറ്റ്, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്, പിന്നെ അതേഴ്സിലും എന്താണ് എന്ത് റേഡിയേഷൻ, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഇനി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, സെക്കൻഡറി പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമറി പ്രിവെൻഷൻ കൺട്രോൾ ഓൾ ദ റിസ്ക് ഫാക്ടേഴ്സ്. ഈ പറഞ്ഞ എല്ലാ റിസ്ക് ഫാക്ടേഴ്സും കൺട്രോൾ ചെയ്യുക. അത് എക്സ്ട്രാ ഇനി എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എടുത്ത് എഴുതാ, ഇതേപോലെ എഴുതി വെക്കരുത്, എടുത്ത് എഴുതാ.
കാരണം നമ്മൾ ഓൾറെഡി റിസ്ക് ഫാക്ടേഴ്സിൽ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടാണ് കൺട്രോൾ ഓൾ ദ റിസ്ക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിനെ റിലേറ്റഡ് ആയിരുന്ന എല്ലാ ഹെൽത്ത് എന്താ പറയുക റിസ്ക് ഫാക്ടേഴ്സും എന്തൊക്കെയാണ്, ഏജ്, ഫാമിലി ഹിസ്റ്ററി, പാരറ്റൈം പറഞ്ഞില്ലേ, അതൊക്കെ ഈ പ്രൈമറി പ്രിവെൻഷനിൽ എഴുതാ, അതൊക്കെ കൺട്രോൾ ചെയ്യാം നേരിട്ട് പറയാം. ദെൻ സെക്കൻഡറി പ്രിവെൻഷൻ എന്തൊക്കെയാണ്, വേറെ ഒന്നുമില്ല, ഏർലി ഡയഗ്നോസിസ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്. നേരത്തെ തന്നെ കണ്ടുപിടിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൽ വരുന്നത്. ഇനി ലങ് ക്യാൻസർ റിമെയിൻ ദ ലീഡിംഗ് സെറ്റിംഗ് കോസ് ഓഫ് ക്യാൻസർ ഇൻസിഡന്റ് ആൻഡ് മോർട്ടാലിറ്റി. ലങ് ക്യാൻസർ നമുക്കറിയാം, ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ലങ് ക്യാൻസർ മോസ്റ്റ് കോമൺ ആണ്. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. പിന്നെ ലങ് ക്യാൻസറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് ആണ് സംഭവിക്കുന്നത് കൂടുതൽ, മോർട്ടാലിറ്റി ആണ് കൂടുതലും. എമംഗ് മെയിൽസ് ലങ് ക്യാൻസർ ഇസ് എ ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത്. മെയിൽസിലാണ് ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് ലങ് ക്യാൻസർ. ഇനി നമുക്ക് അതിന്റെ എപ്പിഡെമോളജിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഏജ് ആൻഡ് സെക്സ് ബിലോ ഏജ് ഓഫ് 65. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഓൾറെഡി അറിയാം. സ്മോക്കിംഗ് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്ക്. അപ്പൊ ഈ ലങ് ക്യാൻസർ ഒന്നാമത്തേത് ഏതാണ്, സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്കഡ്. നമ്മൾ എത്രത്തോളം സിഗരറ്റ്, അതിന്റെ എണ്ണത്തിനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്. എത്രത്തോളം എണ്ണ നമ്മൾ വലിച്ചു കൂട്ടി, അല്ലെങ്കിൽ ഏജ് ഓഫ് സ്റ്റാർട്ടിങ്, എത്രാമത്തെ വയസ്സിൽ നമ്മൾ തുടങ്ങി ടു സ്മോക്ക്, ആൻഡ് സ്മോക്കിംഗ് ഹാബിറ്റ് സച്ച് ആസ് ഇൻഹലേഷൻ ആൻഡ് ദ നമ്പർ ഓഫ് പഫ്സ് ആൻഡ് നിക്കോട്ടിൻ ദാറ്റ് ആർ കണ്ടന്റ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സിഗരറ്റ്. ഇതിനെല്ലാം സ്മോക്കിംഗ് ബേസ്. അപ്പൊ സ്മോക്ക് എന്തിനൊക്കെയാണ് ബേസ് ചെയ്യുന്നത്, നമ്പർ ഓഫ് സിഗരറ്റ്, എത്രത്തോളം സിഗരറ്റ് നമ്മൾ വലിച്ചെടുത്തു, ഏത് ഏജിലാണ് നമ്മൾ തുടങ്ങിയത്, ആ സിഗരറ്റിന്റെ നീളം, ഇതിനെല്ലാം എന്താണ് റിലേറ്റഡ് ആണ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ പാസീവ് സ്മോക്കിംഗ്, ഞാനിപ്പോ സ്മോക്ക് ചെയ്തു, എന്റെ അടുത്തുള്ള ആള് പറയാണ്, എന്റെ അടുത്തൊരാളുണ്ട്, അപ്പൊ ആള് പറയണ, ഓ അവൻ സ്മോക്ക് ചെയ്യണ്, ഞാൻ സ്മോക്ക് ചെയ്യണില്ല, ഞാൻ രക്ഷപ്പെടുന്ന വെച്ചാൽ കാര്യമില്ല, എന്റെ അടുത്തിരുന്നവനും എന്ത് കിട്ടും, ഞാൻ വലിച്ചു വിടുന്ന പുക അവനും വലിച്ചു കയറ്റും. അപ്പൊ അതുകൊണ്ട് സ്മോക്കിങ് പാസീവ് സ്മോക്കേഴ്സിനും റിസ്ക് കൂടുതലാണ്, ഇൻക്രീസ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് ലങ് ക്യാൻസർ. ആർക്ക്, പാസീവ് സ്മോക്കിങ്ങിനും. ഇനി അതേഴ്സിൽ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ എയർ പൊല്യൂഷൻ, റേഡിയോ ആക്ടിവിറ്റി, എക്സ്പോഷർ ടു ആസ്ബറ്റോസ്, ആർസനിക്, ക്രോമേറ്റ്സ്, ഇതൊക്കെ ലങ് ക്യാൻസറിനെ ലീഡ് ചെയ്യും. ഇനി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, അതേപോലെ സെക്കൻഡറി പ്രിവെൻഷൻ ഉണ്ട്. പ്രൈമറി പ്രിവെൻഷനിൽ കൺട്രോൾ ദ സ്മോക്കിംഗ് എപ്പിഡമിക്. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുക, ഒന്ന് പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. പബ്ലിക്കായിട്ട് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻസും കാര്യങ്ങളും കൊടുക്കുക, ഇതിന്റെ ഡേഞ്ചറസ് ആയിട്ടുള്ള കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഹൈ റിസ്ക് കാറ്റഗറീസ് ഉള്ളവരെ ഗ്രൂപ്പ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു ക്ലാസ് എടുത്ത് കൊടുക്കുക. എത്രത്തോളം അത് എന്താ പറയാ എഫക്റ്റ് ആവും നമുക്കറിയില്ല, എന്നിരുന്നാലും നമ്മൾ നിർത്താതെ തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ലെജിസ്ലേറ്റീവ് ആൻഡ് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ് എടുക്കുക, സ്മോക്കിംഗ് സെസേഷൻ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക, നാഷണൽ ഇന്റർനാഷണൽ കോർഡിനേഷൻ, പബ്ലിക് ഇൻഫോർമേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻസ്, അതേപോലെ ലെജിസ്ലേറ്റീവ് റെസ്ട്രിക്റ്റീവ് മെഷേഴ്സ്. നമുക്കറിയാം, നമ്മുടെ ഈ പറഞ്ഞ പോലെ സിഗരറ്റ് പാക്കറ്റുകളിലൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അതിൻ്റെതായ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്താ പറയാ വരുന്ന, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആൾക്കാർ അത് യൂസ് ചെയ്യുന്നുണ്ട്. എന്താന്ന് നമുക്കറിയില്ല, അതിന്റെ ആ ഒരു എഫക്ട് കൊണ്ടായിരിക്കും അതെങ്ങനെ യൂസ് ചെയ്യുന്നത്. അറിയാം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞിട്ടും കൂടിയും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അതിൽ നിന്നുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ദെൻ കൺട്രോൾ ഓഫ് സെയിൽസ് പ്രൊമോഷൻസ്, സെയിൽസ് കൺട്രോൾ ചെയ്യാം. ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്നറിയാം, പക്ഷെ നമുക്ക് ഇത്ര ഇതിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഹെൽത്ത് വാർണിംഗ്സ് ഓൺ സിഗരറ്റ് പാക്കറ്റ്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്സ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിഗരറ്റ് പാക്കറ്റ്സിലും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഹെൽത്തിന്റെ കോൺസിക്വൻസ്, ഹെൽത്തിന് വരാൻ പോകുന്ന കാര്യങ്ങൾ പടം വരെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് പ്രൊട്ടക്ട് ഡിസ്ക്രിപ്ഷൻ ഷോയിങ് yield ഓഫ് ഹാർംഫുൾ സബ്സ്റ്റൻസ്, അതിൽ അടങ്ങിയുള്ള ഹാർംഫുൾ സബ്സ്റ്റൻസ് ഏതൊക്കെയാണെന്ന് കൊടുക്കുക. പിന്നെ ടാക്സ് പ്രൊവൈഡ് ചെയ്യുക. സെയിൽസ് റെസ്ട്രിക്ഷൻസ് ഓൺ സ്മോക്കിംഗ് ഇൻ പബ്ലിക് പ്ലേസിൽ സ്മോക്കിംഗ് ഒഴിവാക്കുക. അതേപോലെ ഫ്രസ്ട്രേഷൻസ് ഓൺ സ്മോക്കിംഗ് ഇൻ എ പ്ലേസ് ഓഫ് വർക്കിങ്ങിന്റെ അവിടെയൊക്കെ, എല്ലായിടത്തും സ്മോക്കിങ്സും കാര്യങ്ങളൊക്കെ പബ്ലിക് സ്പേസിലും, പിന്നെ സ്കൂളുകളുടെ അടുത്ത് ഇത്രയും മീറ്ററിലൊന്നും ഇതൊന്നും വിൽക്കാനായിട്ട് പാടില്ല. പിന്നെ പിന്നെ വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്.
Then the Cigarette Regulation of Production, Supply and Distribution Act 1975, which came into force 1st April 1976. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സ്റ്റിൽ ഇത് ഗ്രോയിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ യങ് ജനറേഷൻ ഇതിലേക്ക് അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാക്സിമം ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ സ്മോക്കിംഗ് സെസേഷൻ ആക്ടിവിറ്റീസ്, നാഷണൽ ഇന്റർനാഷണൽ കോർഡിനേഷൻസ്. രണ്ടാമത്തെയാണ് എന്ത്, സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് തന്നെയാണ്. ചെസ്റ്റ് എക്സ്റേ ആൻഡ് സ്പൂട്ടം സൈറ്റോളജി ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ ലങ് ക്യാൻസർ ചെക്ക് ചെയ്യാനായിട്ട് ചെസ്റ്റ് എക്സ്റേ ആൻഡ് സ്പൂട്ടം സൈറ്റോളജി. പിന്നെ ഈ 2 ഡേറ്റ് ഒന്ന് നോക്കി വെക്കാം. May 31 എന്ന് പറയുന്നത് ആന്റി ടുബാക്കോ ഡേ ആണ്. അതേപോലെ September 29 എന്ന് പറയുന്നത് ഹാർട്ട് ഡേ ആണ്. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ലാസ്റ്റ് വരുന്ന അതാണ് സ്റ്റൊമക് ക്യാൻസർ. സ്റ്റൊമക് ക്യാൻസർ ആണ് ഏറ്റവും ലാസ്റ്റത്തെ ക്യാൻസർ നമ്മൾ എടുത്തതിൽ. അപ്പോൾ സ്റ്റൊമക് ക്യാൻസർ റിമെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്യാൻസർ തന്നെയാണ് സ്റ്റൊമക് എന്ന് പറയുന്നത്. ഈ സ്റ്റൊമക് ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും പൊട്ട ക്യാൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക് ക്യാൻസർ ആണ്. അത് അത്രയും അലമ്പ് അല്ലെങ്കിൽ അത്രയും അൺഹെൽത്തി ലൈഫ് സ്റ്റൈല് മൂലം വരുന്നതാണ് സ്റ്റൊമക് ക്യാൻസർ എന്ന് പറയുന്നത്. പുറത്ത് പറയാൻ തന്നെ നമുക്ക് എന്താ പറയുക, അത്രയും എന്താ പറയുക, ഒട്ടും ഇതില്ലാത്ത ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് ലീഡ് ചെയ്യുന്നവർക്കാണ് സ്റ്റൊമക് ക്യാൻസർ വരുന്നത്. അപ്പോൾ ഒട്ടും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ക്യാൻസർ ആണ് എന്ത്, അത്രയും പൊട്ട ക്യാൻസർ ആണ് എന്ത്, സ്റ്റൊമക് ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ക്യാൻസറിൽ പറയാനായിട്ട് ഉള്ളത്. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. ഫസ്റ്റ് തുടങ്ങിയാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, ക്യാൻസറിനെ പറ്റി. ക്യാൻസർ എന്താന്ന് പറഞ്ഞു, അബ്നോർമൽ ഗ്രോത്ത് ഓഫ് സെല്ലാണ് ക്യാൻസർ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാം. ആൻഡ് രണ്ടാമത് പറഞ്ഞു നമ്മൾ മേജർ കാറ്റഗറീസ്, ക്യാൻസറിന്റെ മേജർ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് നമ്മൾ കാർസിനോമ, സാക്രോമ, അതേപോലെ ലിംഫോമ, മൈലോമ, ലുക്കീമിയാസ്, ഇതിനെപ്പറ്റി പറഞ്ഞു. ദെൻ നമ്മൾ മോസ്റ്റ് കോമൺ ക്യാൻസർ, ജസ്റ്റ് ഒന്ന് സ്ലൈഡ് എടുക്കട്ടെ കേട്ടോ. മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സും അതേപോലെ തന്നെ വേൾഡിൽ വരുന്ന മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് വന്നത് ബ്രസ്റ്റ് ആണ്, ഡെത്ത് വന്നത് ലങ് ആണ്. പിന്നെ ഇന്ത്യയിൽ മോസ്റ്റ് കോമൺ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. പിന്നെ കോസസ് ഓഫ് ക്യാൻസർ, ക്യാൻസറിന്റെ കോസസ്, അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ജനറ്റിക്കലുണ്ട്. എൻവയോൺമെന്റൽ, ടുബാക്കോ, ആൽക്കഹോൾ, ഡയറ്ററി, ഒക്യുപ്പേഷണൽ. പിന്നെ വൈറസ്, ഇതിൽ HIV, അതേപോലെ ഹെപ്പറ്റൈറ്റിസ്, ക്യാൻസർ, സെർവിക്സ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പാരസൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്യാൻസർ കൺട്രോൾ പറഞ്ഞു. പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, അതേപോലെ സെക്കൻഡറി പ്രിവെൻഷൻസ് ഉണ്ട്. പ്രൈമറി പ്രിവെൻഷൻസിൽ വന്ന കാറ്റഗറീസ് പറഞ്ഞു, സെക്കൻഡറി പ്രിവെൻഷൻസിൽ വന്ന കാറ്റഗറീസും പറഞ്ഞു. പിന്നെ ഡേഞ്ചറസ് സിഗ്നൽസ് നോട്ട് ചെയ്ത് വെക്കാൻ വരും, ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ദെൻ ക്യാൻസർ സ്ക്രീനിങ് പറഞ്ഞു, ഏതൊക്കെ മെത്തേഡാന്ന് പറഞ്ഞു. പിന്നെ ക്യാൻസർ സ്ക്രീനിങ് സർവിക്സിൽ വന്നതാണ് പാപ്സ്മിയർ, 1 വേർഡ് ചോദിക്കും. അതേപോലെ സ്ക്രീനിങ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും സെൻസിറ്റീവ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് വന്നത് മാമോഗ്രഫിയാണ്, 1 മാർക്കിന് ചോദിക്കും. സ്ക്രീനിങ് ഫോർ ലങ് ക്യാൻസർ ഏതൊക്കെയാ, ചെസ്റ്റ് ഡയഗ്രഫിയും റേഡിയോഗ്രഫിയും, അതേപോലെ സ്പൂട്ടം സൈറ്റോളജി. പിന്നെ നമ്മൾ എപ്പിഡമോളജി സെലക്ടഡ് ക്യാൻസേഴ്സിനെ പറ്റി പറഞ്ഞു, അത് ഓറൽ ക്യാൻസർ ആണ്. ഓറൽ ക്യാൻസർ ഒരു ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ പ്രൈമറി പ്രിവെൻഷനും സെക്കൻഡറി പ്രിവെൻഷനും പറഞ്ഞു. ദെൻ സെർവിക് ക്യാൻസർ ഇമ്പോർട്ടന്റ് ആണ്. സെർവിക് ക്യാൻസർ അൺഹെൽത്തി ഹാബിറ്റ്, അതായത് ഹൈജീൻ, ജെനിറ്റൽ ഹൈജീന്റെ കുറവ് മൂലം എന്താണ് ഇത് ക്യാൻസർ സെർവിക്സ്. അതിന്റെ പോസിറ്റീവ് ഏജന്റ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. റിസ്ക് ഫാക്ടേഴ്സ് നോക്കുക, അതേപോലെ പ്രൈമറി പ്രിവെൻഷൻസ് ആൻഡ് കൺട്രോള്. ദെൻ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറഞ്ഞു, ഏജും കാര്യങ്ങളൊക്കെ നോക്കുക. ബിലോ ദ ഏജ് ഓഫ് 35 അൺകോമൺ ആണ്, പക്ഷെ അപ് ടു ദ ഏജ് ഓഫ് 35 to 50 ചാൻസസ് വളരെ കൂടുതലാണ്. ദെൻ അതിന്റെ കുറച്ചും കൂടി ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ദെൻ പ്രിവെൻഷൻസ് പറഞ്ഞു. ദെൻ ലങ് ക്യാൻസർ പറഞ്ഞു, മോസ്റ്റ് ഡെത്ത് സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതൽ ഏതാണ്, ലങ് ക്യാൻസറിനാണ്. അതിന്റെ എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ്, പ്രിവെൻഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞു. ഒരുപാട് പ്രിവെൻഷൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ദെൻ ലാസ്റ്റ് പിന്നെ നമ്മൾ ഈ May 31 ആന്റി ടുബാക്കോ ഡേ ഇമ്പോർട്ടന്റ് ആണ് കേട്ടത്. ദെൻ സ്റ്റൊമക് ക്യാൻസർ ആണ് ലാസ്റ്റ് പറഞ്ഞത്, ഡ്യൂ ടു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ക്യാൻസറിൽ വരുന്നത്. എല്ലാവരും നല്ല രീതിക്ക് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിൽ എവിടെ നമുക്ക് പറയാ അരച്ച് പറക്കി വായിക്കാന്ന് പറയില്ല, മാക്സിമം വായിക്കുക. വായിച്ച് നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക. ആൻഡ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എക്സാം നല്ല രീതിക്ക് എഴുതാം കേട്ടോ, നല്ല രീതിക്ക് വായിക്കുക, പഠിക്കുക, എഴുതുക. ആൻഡ് ഓൾ എന്താ പറയാ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.